ഓം ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ, ശ്രീനാഥ നാരായണ വാസുദേവ. 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 സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗജാനന പദ്മാർകം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. ഓം ശ്രീ മഹാഗണപതയേ നമഃ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. അസ്മദ്ഗുരുചരണാരവിന്ദാഭ്യാം നമഃ. ജ്ഞാനാനന്ദമയം ദേവം നിർമ്മലസ്ഫടികാകൃതിം ആധാരം സർവവിദ്യാനാം ഹയഗ്രീവമുപാസ്മഹേ. ഓം ശ്രീ ഹയഗ്രീവമൂർത്തയേ നമഃ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഓം ശ്രീ മഹാസരസ്വത്यै നമഃ. ഉമാകോമളഹസ്താബ്ജസംഭാവിതലലാടകം ഹിരണ്യകുണ്ടലം വന്ദേ കുമാരം പുഷ്കരസ്രജം. ഓം വെട്രിവേൽ മുരുകനുക്ക് ഹരോഹര. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമഃ. സ്വാമിയേ ശരണമയ്യപ്പ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. സായങ്കാലേ വനാന്തേ കുസുമിതസമയേ സൈകതേ ചന്ദ്രികായാം ത്രൈലോക്യാകർഷണാംഗം സുരവരഗണികാമോഹനാപംഗമൂർത്തിം സേവ്യം ശൃംഗാരഭാവൈഃ നവരസഭരിതൈഃ ഗോപകന്യാസഹസ്രൈഃ വന്ദേഹം രാസകേളീരതമതിസുഭഗം വശ്യഗോപാലകൃഷ്ണം. ആനീലശ്ലക്ഷ്ണകേശം ജ്വലിതമകരസൽക്കുണ്ടലം മന്ദഹാസസ്യന്ദാർദ്രം കൗസ്തുഭശ്രീപരിഗതവനമാലോരുഹാരാഭിരാമം ശ്രീവത്സാംഗം സുബാഹും മൃദുലസതുദരം കാഞ്ചനഛായചേലം ചാരുസ്നിഗ്ധോരുമംബോരുഹലളിതപദം ഭാവയേഹം ഭവന്തം. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ, ശ്രീനാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ, ശ്രീനാഥ നാരായണ വാസുദേവ.
ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ശ്രീനാഥ നാരായണ വാസുദേവ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. മോക്ഷാബ്ദിസാരമയ ഭാഗവതാഖ്യദദ്നോ നാരായണീയ നവനീതമഹോ ഗൃഹീത്വാ മായാമയൗഗപരിതപ്തജനായ യോദാത് നാരായണാവനിസുരായ നമോസ്തു തസ്മൈ. ഗംഗാ ഗീതാ ച ഗായത്ര്യപി ച തുളസികാ ഗോപികാ ചന്ദനം തത് സാളഗ്രാമാഭി പൂജാ പരപുരുഷ തഥൈകാദശീ നാമവർണ്ണാഃ. ഏതാന്യഷ്ടാപ്യയത്നാന്യൈ കലിസമയേ ത്വൽപ്രസാദ പ്രവൃദ്ധ്യാ ക്ഷിപ്രം മുക്തിപ്രദാനീത്യഭിദദുർഷയഃ തേഷു മാം സജ്ജയേതാഃ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ നമോ വൈ ബ്രഹ്മനിധയേ വാസിഷ്ഠായ നമോ നമഃ. യം പ്രവ്രജന്തമനുപേദമപേദകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം നമോ നാരായണായ. ഓം നമഃ പരമഋഷിഭ്യോ നമഃ. പരമഋഷിഭ്യഃ നാരായണ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം, സുസ്വാഗതം. നാരായണ. ഇനിയും തുടരാനുണ്ട്. ശ്രീമദ് ഭാഗവതത്തിലെ ഏകാദശ സ്കന്ധത്തിൽ 2-ാം അധ്യായത്തിൽ വരുന്ന നിമി നവയോഗി സംവാദത്തെ ആണിവിടെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ യോഗിയായ കവിയുടെ ഉപദേശങ്ങളാണ് ആദ്യ 3-4 ശ്ലോകങ്ങളിൽ മേൽപ്പത്തൂർ സംഗ്രഹിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് തുടർന്ന് മറ്റ് യോഗികളുടെ ഉപദേശങ്ങളും വരുന്നു. അങ്ങനെ ഭാഗവതത്തിലെ ഏകാദശ സ്കന്ധത്തെ 6.5 ദശകം കൊണ്ട്, അല്ലെങ്കിൽ 64 ശ്ലോകങ്ങളെ കൊണ്ട് മേൽപ്പത്തൂർ സംഗ്രഹിച്ചിരിക്കുന്ന ഭാഗത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. വളരെ സാരവത്തായ, അർത്ഥവത്തായ, ഗംഭീര വിഷയങ്ങളാണ്. കഥയല്ല, തത്വശാസ്ത്രങ്ങൾ. ഭാഗവതം തന്നെയാണ്, ഭാഗവതത്തിൻ്റെ സാരമാണിതെല്ലാം. അപ്പോൾ നമുക്ക് കണ്ടുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് പോകാം. 91-ാം ദശകം ഒന്നുകൂടെ പാരായണം ചെയ്യാം. ഭക്തി മഹത്വം എന്നുള്ളതാണ് അതിൻ്റെ മൊത്തത്തിലെ വിഷയം. പല രീതിയിൽ അതിനെ അവതരിപ്പിച്ചിരിക്കുന്നു. വായിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീമന്നാരായണീയം ദശകം 91 ഭക്തി മഹത്വം. ഓം ശ്രീകൃഷ്ണ ത്വൽപദോപാസനമഭയതമം ബദ്ധമിത്യാർത്ഥദൃഷ്ടേഃ
മർത്യസ്യാർത്ഥസ്യ മന്യേ വ്യപസരതി ഭയം യേന സർവാത്മനൈവ യതാവത്വൽ പ്രണീതാൻ ഇഹ ഭജന വിധീൻ ആസ്ഥിതോ മോഹമാർഗേ ധാവന്നപ്യാവൃതാക്ഷഃ സ്ഖലതി ന കുഹചിത് ദേവദേവാഖിലാത്മൻ ഭൂമൻ കായേന വാചാ മുഹുരപി മനസാ ത്വദ്ബലപ്രേരിതാത്മാ യദ്യത് കുർവേ സമസ്തം തദിഹ പരതരേ ത്വയി അസൗ അർപ്പയാമി ജാത്യാപീഹ സ്വപാകഃ ത്വയി നിഹിതമനഃ കർമ്മവാഗിന്ദ്രിയാർത്ഥപ്രാണോ വിശ്വം പുനീതേ ന തു വിമുഖമനാഃ ത്വൽപദാദ് വിപ്രവർയഃ ഭീതിർനാമദ്വിതീയാദ് ഭവതി നനു മനഃ കൽപിതം ച ദ്വിതീയം തേനൈക്യാഭ്യാസശീലോ ഹൃദയമിഹ യദാ ശക്തി ബുദ്ധ്യാ നിരുന്ദ്യാം മായാവിദ്യേതു തസ്മിൻ പുനരപി ന തഥാ ഭാതി മായാദിനാദം തം ത്വാം ഭക്ത്യാ മഹത്യാ സതതമനുഭജൻ ഈശഭീതിം വിജഹ്യാം ഭക്തേരുൽപത്തിവൃദ്ധി തവ ചരണജുഷാം സംഗമേനൈവ പുംസാം ആസാദ്യേ പുണ്യഭാജാം ശ്രിയ ഇവ ജഗതി ശ്രീമതാം സംഗമേന തൽ സംഗോദേവ ഭൂയാത് മമ ഖലു സതതം തന്മുഖാതുന്മിഷദ്ഭിഃ ത്വന്മാഹാത്മ്യപ്രകാരൈർ ഭവതി ച സുദൃഢാ ഭക്തിരുദ്ധൂതപാപാ ശ്രേയോ മാർഗേഷു ഭക്തൗ അധിക ബഹുമതിഃ ജന്മ കർമാണി ഭൂയോ ഗായൻ ക്ഷേമാണി നാമാന്യപി തദുഭയതഃ പ്രദ്രുതം പ്രദ്രുതാത്മാ ഉദ്യദ്ഹാസ കദാചിത് കുഹചിദപിരുദൻ ക്വാപി ഗർജൻ പ്രഗായൻ ഉന്മാദീവ പ്രനൃത്യൻ അയി കുരു കരുണാം ലോകബാഹ്യഃ ചരേയം ഭൂതാന്യേതാനി ഭൂതാത്മകമപി സകലം പക്ഷിമത്സ്യാൻ മൃഗാദീൻ മർത്യാൻ മിത്രാണി ശത്രൂനപി യമിതമതിഃ ത്വന്മയാന്യാനമാനി ത്വൽ സേവായാം ഹി സിദ്ധ്യേത് മമ തവ കൃപയാ ഭക്തിദാർഢ്യം വിരാഗഃ ത്വത്തത്വസ്യാവബോധോപി ച ഭുവനപതേ യത്നഭേദം വിനൈവ നോ മുഹ്യൻ ശുത്രിടാദ്യൈഃ ഭവസരണി ഭവൈസ്ത്വന്നിലീനാശയത്വാത് ചിന്താസാദത്യശാലീ നിമിഷലവമപി ത്വൽപദാദപ്രകമ്പഃ ഇഷ്ടാനിഷ്ടേഷു തുഷ്ടിവ്യസന വിരഹിതോ മായികത്വാവബോധാത് ജ്യോത്സ്നാഭിസ്ത്വന്നഗേന്ദോഃ അധിക ശിശിരിതേനാത്മനാ സഞ്ചരേയ ഭൂതേഷ്വേഷു ത്വദൈക്യസ്മൃതി സമധിഗതൗ നാധികാരോ അധുനാ ചേത് ത്വൽപ്രേമ ത്വൽകമൈത്രീ ജഡമതിഷു കൃപാ ദ്വിത്സു ഭൂയാദുപേക്ഷ അർച്ചായാം വാസമർച്ചാ കുതുകമർ ഉരുതര ശ്രദ്ധയാ വർദ്ധതാം മേ ത്വൽ സംസേവീ തദാപി ദ്രുതമുപലഭതേ ഭക്തലോകോത്തമത്വം ആവൃത്യത്വൽ സ്വരൂപം ക്ഷിതിജലമരുദാദ്യാത്മനാ വിക്ഷിപന്തി ജീവാൻ ഭൂയിഷ്ടകർമാവലി വിവശഗതീൻ ദുഃഖജാലേ ക്ഷിപന്തി ത്വന്മായാമാഭിഭൂത്മാം അയി ഭുവനപതേ കൽപ്പത്തെ തൽപ്രശാന്ത്യേ
ത്വൽപാദേ ഭക്തിരേവേത്യവദതൈ വിഭോ സിദ്ധയോഗീ പ്രബുദ്ധഃ. ദുഃഖാന്യാലോക്യ ജന്തുഷ്വലമുദിത വിവേകോഹമാചാര്യവർയാത് ലബ്ധ്വാ ത്വദ്രൂപതത്വം ഗുണചരിതകഥാദ്യുൽഭവദ്ഭക്തിഭൂമാ. നാരായണ നാരായണ. അപ്പോൾ ഒന്നാമത്തെ ശ്ലോകമാണ് കണ്ടത് 91. കവി എന്ന് പറയുന്ന നവയോഗികളിൽ ആദ്യത്തെ ആള് ഭാഗവതധർമ്മം പറഞ്ഞു കൊടുക്കുന്നതാണ് ആദ്യത്തെ 4 ശ്ലോകങ്ങൾ. 4 5 6 ശ്ലോകങ്ങൾ വരെ. അതിൽ വേറെ പല വിഷയങ്ങളും മേൽപ്പത്തൂർ തൻ്റേതായിട്ട്, അല്ലെങ്കിൽ തൻ്റേതല്ല, വാസ്തവത്തിൽ ഭാഗവതത്തിൻ്റെ മറ്റ് ചില ഭാഗങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് ഫില്ല് ചെയ്തിട്ടുണ്ട്. പ്രഹ്ലാദസ്തുതി, കപിലോപദേശം മുതലായിട്ടുള്ള ഭാഗങ്ങളിൽ നിന്നുള്ള പല ആശയങ്ങളെയും ഈ കവിയുടെ ഉപദേശത്തിനോട് കൂടെ ചേർത്ത് മനോഹരമാക്കി ഒരു നല്ലൊരാശയമാക്കി നമുക്ക് അവതരിപ്പിക്കുകയാണ്. അപ്പോൾ ആരംഭിച്ചത് ബദ്ധമിഥ്യാർത്ഥദൃഷ്ടേഹേ, മിഥ്യാർത്ഥങ്ങളിൽ ഉറച്ച ബുദ്ധിയോടുകൂടിയവർക്ക്, ഈ ലോകം സത്യമെന്ന് കരുതി ഈ നാനാത്വത്തിൽ ഭ്രമിച്ചിരിക്കുന്നതായിട്ടുള്ള മർത്യസ്യ, അവൻ മർത്യനാണ്, മരണം ഉറപ്പാണ്, അവന് മരണശീലവാനാണ്. കാരണം അവൻ്റെ ശരീരത്തിലാണ് അവൻ അഭിമാനം. അപ്പോൾ തീർച്ചയായിട്ടും അവൻ മരിക്കും. അങ്ങനെയുള്ള ആർത്തസ്യ, അവൻ പീഡിതനാണ്, ദുഃഖിതനാണ്. അങ്ങനെയുള്ള ആ ഒരാൾക്ക് ത്വൽപദോപാസനം അഭയതമം മന്യേ. ഗുരുവായൂരപ്പ, ശ്രീകൃഷ്ണ, ദേവദേവ, അഖിലാത്മൻ, അങ്ങയുടെ പാദങ്ങളെ സേവിക്കുന്നതാണ് എല്ലാ സംസാരികൾക്കും ഉത്തമമായിട്ടുള്ള അഭയസ്ഥാനമായിരിക്കുന്നത്. അതിനുള്ള വകതിരിവ് സംസാരികൾക്ക് ഉണ്ടാവണം, അല്ലേ? അതിനും ഈശ്വര കാരുണ്യം വേണം. ഭഗവാന്റെ കാരുണ്യം ഉണ്ടെങ്കിലേ ഭഗവാനെ ആശ്രയിക്കാൻ തന്നെ തോന്നുള്ളൂ. അവൻ അരുളാൽ അവൻ താഴ്വണങ്ങി എന്ന് പെരിയ പുരാണം ആരംഭിക്കുമ്പോൾ പറയും തമിഴിൽ. അവൻ അരുളാൽ, അവൻ്റെ അരുളില്ലെങ്കിൽ അവൻ്റെ പാദം വണങ്ങാൻ, അവനെ ആശ്രയിക്കാൻ തോന്നുകയില്ല. അപ്പം അവൻ്റെ കാരുണ്യം വേണം. ഉപനിഷത്ത് പറയും യമൈവൈഷ വൃണുതേ തേന ലഭ്യ. നമ്മൾ അങ്ങോട്ട് പിടിച്ചാലൊന്നും പിടികിട്ടാൻ പോകുന്നില്ല ഈ സാധനത്തിനെ. ഈ ബ്രഹ്മം എന്ന് പറഞ്ഞ സാധനത്തിനെ നിങ്ങൾ എത്ര കഴിവുള്ളവനാണെങ്കിലും അങ്ങോട്ട് പിടിക്കാൻ പോയാൽ പിടിതരുന്ന സാധനമല്ല. അത് ഇങ്ങോട്ട് പിടിതരണം, അത് ഇങ്ങോട്ട് നമ്മളെ അനുഗ്രഹിക്കണം. നമ്മൾക്ക് അങ്ങോട്ട് പിടിക്കാൻ ശ്രമിക്കാം. അങ്ങോട്ട് ശ്രമിക്കുമ്പോഴാണ് ഇങ്ങോട്ട് കരുണ തോന്നുക. അങ്ങോട്ട് ശ്രമിക്കാതിരുന്നാൽ ഇങ്ങോട്ട് കരുണയും തോന്നില്ല. കരയുന്ന കുട്ടിക്ക് പാലുള്ളൂ എന്ന് പറഞ്ഞ പോലെ നമ്മൾ അങ്ങോട്ട് കരഞ്ഞുകൊണ്ടിരുന്നാൽ തീർച്ചയായിട്ടും അമ്മ വന്ന് പാല് തരും പോലെ ഭഗവാൻ നമ്മളോട് കരുണ കാണിക്കും. അപ്പോൾ നമ്മൾ നല്ലോണം അങ്ങോട്ട് ശ്രമിക്കണം. ശ്രമിക്കുമ്പോൾ അഹങ്കാരമെല്ലാം പോകണം. വിനയത്തോടുകൂടെ, ദൈന്യത്തോടുകൂടെ ആശ്രയിക്കണം, ശരണം പ്രാപിക്കണം. ആ ഒരു ഭാവം യമൈവൈഷ വൃണുതേ തേന ലഭ്യ. ആരാണോ അതിനെ തന്നെ മുറുക്ക പിടിക്കുന്നത് അവനെ തിരിച്ച് ഈ ശക്തിയും ഈ ബ്രഹ്മവും അവനെ ഇങ്ങോട്ടും സ്വീകരിക്കും. അപ്പം മാത്രമേ അവന് ലഭിക്കുള്ളൂ എന്ന് ഉപനിഷത്തും പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുപോലെ ഇവിടെ സംസാരികളായിരിക്കുന്ന മൂഢജനങ്ങൾക്കൊക്കെ ഭഗവാനിലേക്ക് തിരിയണമെങ്കിലും ഭഗവാന്റെ കാരുണ്യം വേണം. അതിന് അവരുടെ ഉള്ളിലും ഒരു എന്താ പറയുക, ആർത്തി എന്നുള്ള ഭാവം വരണം. ആർത്തി എന്നാൽ ഞാൻ പീഡിതനാണ്, ഞാൻ ദുഃഖിതനാണ്, എൻ്റെ ആർത്തി ഞാൻ ഒറ്റയ്ക്ക് പരിശ്രമിച്ചാൽ മാറാൻ പോകുന്നില്ല,
എൻ്റെ ദുഃഖങ്ങൾക്ക് ഞാൻ ഒറ്റയ്ക്ക് പരിഹാരം കാണാൻ കഴിയില്ല, ഞാൻ അശക്തനാണ്, അതിന് സർവശക്തനായിട്ടുള്ള ഈശ്വരനെ തന്നെ ആശ്രയിക്കണം എന്നുള്ളൊരു ഭാവം ഉണ്ടാകുമ്പോഴാണ് അവൻ ഭഗവാന്റെ പാദങ്ങളെ ആശ്രയിക്കത്തൊൽ പദോപാസനം അഭയതമം. ഭഗവാന്റെ പാദകമലങ്ങളെ സേവിക്കുന്നത് അവന് അഭയതമമായി ഭവിക്കുന്നു. അങ്ങനെ ഭഗവാനെ ശരണം പ്രാപിച്ച് ഭഗവാനെ ഭജിക്കും തോറും ഈ പ്രപഞ്ചം മുഴുവൻ ഭഗവാനാണെന്ന് അറിയും. സർവാത്മനായേവ ഏന സർവാത്മനേവ വ്യപസരതി ഭയം. എല്ലാം ഭഗവന്മയമാണെന്ന് അറിയുമ്പോൾ ഞാനും ഭഗവാനും തമ്മിൽ ഭേദമില്ല എന്നും അറിയാനിടയാവും. അല്ലെങ്കിൽ ഇവിടെ രണ്ടില്ല, ഒന്നേ ഉള്ളൂ, ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്നുള്ള സത്യം അറിയും. അത് തന്നെയാണ് സർവാത്മനൈവ. ആ സർവാത്മഭാവം കൊണ്ട്, വിശ്വാത്മഭാവം കൊണ്ട് വ്യപസരതി ഭയം, ഭയം പോയി കിട്ടും. അപ്പോൾ ഭഗവാനെ മുറുക്കെ പിടിച്ചാൽ, ഭഗവാനെ ആശ്രയിച്ചാൽ നമ്മുടെ ഭയം മാറിക്കിട്ടും. ഈ ഭഗവാനാൽ ഉപദേശിക്കപ്പെട്ട യത്താവത്തൊൽ പ്രണീതാൻ ഇഹ ഭജനവിധീൻ ആസ്ഥിത. ഗുരുവായൂരപ്പനാൽ, ശ്രീകൃഷ്ണ ഭഗവാനാൽ പാർത്ഥസാരഥിയായി അർജുനനും മറ്റൊക്കെ ഉപദേശിച്ച എന്ത് ചെയ്യുമ്പോഴും എനിക്ക് സമർപ്പിച്ചുകൊണ്ട് ചെയ്യൂ. യത് കരോഷി യത് അസ്നാസി യത് ജുഹോഷി ദദാസി യത് യത് തപസ്യസി കൗന്ദേയ തത് കുരുഷ്വ മദർപ്പണം. മന്മനാഭവ മദ്ഭക്തഃ മദ്യാജി മാം നമസ്കുരു മാമേ വൈഷ്യസി യുക്ത്വൈവം പ്രതിജാനേ പ്രിയോസിമേ എന്നൊക്കെ ഭഗവാൻ എത്രയാണ് വിളിച്ചു പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ഭഗവാന്റെ വാക്കുകളെ അനുസരിച്ച് ത്വൽ പ്രണീതാൻ ഭജനവിധീൻ ആസ്ഥിത, അങ്ങയാൽ പറയപ്പെട്ടിട്ടുള്ള ഭജനവിധികളെ, ആരാധനാവിധികളെ, കർമ്മയോഗാദികളെ ആശ്രയിച്ചുകൊണ്ട് അവൻ എന്താവുന്നു, കണ്ണടച്ചോടിയാലും. അപ്പൊ ഭഗവാന്റെ ഉപദേശങ്ങളെങ്കിലും കേട്ടിട്ട് കണ്ണടച്ചോടിയാലും അവൻ വീഴുന്നില്ല ഒരിടത്തും. മോഹമാർഗേ, ഈ ജീവിതമാർഗം, സംസാരമാകുന്ന ഈ ജീവിതത്തിൽ കണ്ണടച്ചോടിയാലും അവൻ വീഴുന്നില്ല എന്നാണ്. ഇവിടുത്തെ കണ്ണുകൾ ഏതായിരുന്നു? ശ്രുതിയും സ്മൃതിയുമാണ് ഒരു മനുഷ്യന്റെ കണ്ണുകൾ. വേദങ്ങളും ധർമ്മശാസ്ത്രങ്ങളുമാണ് രണ്ട് കണ്ണുകൾ. അത് രണ്ടും അറിയില്ല എങ്കിലും എന്നാണ് ഈ കണ്ണടച്ചോടുക എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം. ശരി, എനിക്ക് വേദങ്ങളും അറിയില്ല, എനിക്ക് ധർമ്മശാസ്ത്രങ്ങളും അറിയില്ല, അപ്പം ഞാൻ ഏത് വഴിക്കാ പോണ്ട് എന്നാണെങ്കിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഗീതയില്, അതിലെ ഒന്നോ രണ്ടോ ശ്ലോകങ്ങളെങ്കിലും ഓർമ്മിച്ചാൽ മതി. അവനവന്റെ ധർമ്മങ്ങളെല്ലാം എന്നിൽ സമർപ്പിച്ചുകൊണ്ട് ചെയ്യുക. സ്വകർമ്മണാ തമഭ്യർച്ച്യ സിദ്ധിം വിന്ദതി മാനവഃ യതഃ പ്രവൃത്തിർഭൂതാനാം ഏന സർവമിദം തതം. സ്വകർമ്മണാ തമഭ്യർച്ച്യ സിദ്ധിം വിന്ദതി മാനവഃ. ഗീതയിലെ ഒരു ശ്ലോകം പോരെ കാര്യങ്ങൾ പിടികിട്ടാനായിക്കൊണ്ട്, അനുസരിക്കാനായിക്കൊണ്ട്. അതല്ലെങ്കിൽ യോഗസ്ഥക്കുരു കർമാണി സംഗം തെക്വാ ധനഞ്ജയ സിദ്ധ്യസിദ്ധ്യോ സമോ ഭൂത്വാ സമത്വം യോഗ ഉച്യത്തെ. അല്ലെങ്കിൽ സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചഃ. ഇതിൽ ഏതെങ്കിലും ഒന്നിനെ മനസ്സിലാക്കി ഒന്നിനെ പിന്തുടരാൻ മതിയല്ലോ. ഈ ഒരു ആശയം ഉൾക്കൊണ്ടിട്ട് അതിനെ അനുസരിച്ചാൽ മതി. ഭഗവാന്റെ വാക്കുകളെ സത്യസന്ധമായി ആത്മാർത്ഥമായി അനുസരിച്ചാൽ തീർച്ചയായിട്ടും അവൻ ജീവിത മാർഗത്തിൽ, മോഹമാർഗത്തിൽ ന കുഹചിത് സ്കലതി, ഒരിടത്തും അവൻ വീഴുകയില്ല, പതിക്കുകയില്ല. അവൻ ലക്ഷ്യത്തിൽ എത്തിച്ചേരും, സിദ്ധിയെ പ്രാപിക്കും എന്നർത്ഥം. അപ്പോൾ ശാസ്ത്രങ്ങളൊന്നും അറിഞ്ഞില്ലെങ്കിലും ഭഗവാന്റെ ഏതെങ്കിലും ചില ഉപദേശങ്ങളെങ്കിലും നമ്മൾ ഉൾക്കൊള്ളാൻ തയ്യാറാവണം. അല്പമെങ്കിലും മനസ്സിലാക്കണം. എല്ലാം പഠിച്ച്, കാണാപ്പാഠം പഠിച്ച് ആ ശാസ്ത്രങ്ങളിൽ പറഞ്ഞതുപോലെയൊന്നും ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഈ കർമ്മയോഗം അഥവാ ഭക്തിയോഗം, ഭാഗവത ധർമ്മം എന്നൊക്കെ പറയുന്ന ഈ ആശയങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് സർവവും ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുക. എല്ലാം അവന് പൊതുവായിട്ട് ചെയ്യുക. ഞാൻ ചെയ്യുന്ന ഏത് കർമ്മവും അവന് സന്തോഷമാകണം, ആ ഭഗവാന് സന്തോഷമാകണം എന്നുള്ള
ആ വിചാരത്തോടുകൂടി ചെയ്യുക. അതിനെക്കുറിച്ചാണ് അടുത്ത ശ്ലോകത്തിൽ കൂടുതൽ പറയുന്നത്. ഇപ്പം ആദ്യം സൂചന തന്നു, അതിനെ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാണ് രണ്ടാമത്തെ ശ്ലോകം. ഇതും ആ ഭാഗവതത്തിലെ ഏകാദശ സ്കന്ധത്തിലെ 2-ാം അധ്യായത്തിൽ തന്നെ വരുന്ന കവിയുടെ തന്നെ ഉപദേശം തന്നെയാണ്. ഭൂമൻ കായേന വാചാ മുഹുരപി മനസാ ത്വദ്ബല പ്രേരിതാത്മാ യദ്യത് കുർവേ സമസ്തം തദിഹ പരതരേ ത്വയ്യസൗ അർപ്പയാമി ജാത്യാബീഹ സ്വഭാഗഃ ത്വയി നിഹിത മനഃ കർമ്മ വാഗിന്ദ്രിയാർത്ഥപ്രാണോ വിശ്വം പുനീതേ നതു വിമുഖമനാഃ ത്വൽപദാദ് വിപ്രവർയഃ. ഭൂമൻ കായേന വാചാ മുഹുരപി മനസാ ത്വദ്ബല പ്രേരിതാത്മാ യദ്യത് കുർവേ സമസ്തം തദിഹ പരതരേ ത്വയ്യസൗ അർപ്പയാമി ജാത്യാബീഹ സ്വഭാഗഃ ത്വയി നിഹിത മനഃ കർമ്മ വാഗിന്ദ്രിയാർത്ഥപ്രാണോ വിശ്വം പുനീതേ നതു വിമുഖമനാഃ ത്വൽപദാദ് വിപ്രവർയഃ. ഭാഗവത ധർമ്മം പറയുമ്പോൾ കവി പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവിടെ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ അനുസൃത സ്വഭാവാത് കരോതി യത് യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയേത് തത്. ഭാഗവതത്തിലെ ഏകാദശ സ്കന്ധത്തിൽ കവി ഉപദേശിക്കുന്ന ഉപദേശമാണിത്. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ അനുസൃത സ്വഭാവാത് കരോതി യത് യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയേത് തത്. ഇത് ഉപദേശ രൂപത്തിലായപ്പോൾ യത് യത് കരോതി തത് തത് സമർപ്പയേത് എന്ന് നിർദ്ദേശ രൂപത്തിലാണ് പറഞ്ഞത്. അത് നമ്മുടെ ആശയമാക്കി മാറ്റി നമ്മൾ അനുസരിക്കുമ്പോൾ അതിനെ അനുസന്ധാനം ചെയ്യുകയാണ്. അപ്പം അനുസന്ധാനം ചെയ്യുമ്പോൾ എന്താ പറയുക? യതി യത് കരോമി തത് തത് നാരായണായേതി സമർപ്പയാമി. അവിടെ കരോതി സമർപ്പയേത് എന്ന് തേർഡ് പേഴ്സൺ ക്രിയാരൂപം പറഞ്ഞു. അങ്ങനെ ചെയ്യുന്നവർ അങ്ങനെ ചെയ്യണം എന്നൊരു നിർദ്ദേശ രൂപത്തിൽ പറഞ്ഞപ്പോൾ ഇവിടെ ഞാൻ ചെയ്യുന്നതെല്ലാം നാരായണനായി കൊണ്ട് സമർപ്പിക്കുന്നു എന്ന രൂപത്തിൽ നമ്മൾ അതിനെ മാറ്റിയിട്ട് ആ ഉപദേശത്തിനെ അനുസന്ധാന രൂപത്തിലേക്ക് അതിൻ്റെ ക്രിയാപദങ്ങളെ മാറ്റി കർത്താവിനെ മാറ്റി ഞാനാണ് കർത്താവ് എന്നുള്ള ഭാവത്തിൽ ഞാൻ ചെയ്യുന്നത് എല്ലാം ഞാൻ ഭഗവാന് സമർപ്പിക്കുന്നു എന്നാക്കി രൂപാന്തരം മാറ്റുന്നു. അല്ലാതെ പുസ്തകത്തിൽ അച്ചടിപ്പശക് വന്നതല്ല. ഭാഗവത പുസ്തകത്തിൽ അച്ചടിപ്പശക് വന്നതല്ല. അതൊരു ഉപദേശവാക്യം, ഉപദേശ ശ്ലോകമാണ്. അതിനെ നമ്മൾ മാറ്റിയിട്ടാണ് പ്രയോഗിക്കുന്നത്. യത് യത് കരോമി സമർപ്പയാമി. ആമി എന്ന് പറയുമ്പോൾ അഹം എന്നുള്ള കർത്താവായിട്ട് മാറുന്നു. ഞാൻ സമർപ്പിക്കുന്നു എന്നുള്ള. അപ്പോൾ അതാണ് അതേ ഉപദേശത്തെ ഇവിടെ മേൽപ്പത്തൂര് സംഗ്രഹിച്ചിരിക്കുകയാണ്. ഭൂമൻ എന്നൊരു സംബോധന വിളിച്ചു. ആരെ? ഗുരുവായൂരപ്പനെ വിളിച്ചതാണ് ഭൂമൻ എന്ന്. ഭൂമൻ എന്ന് പറഞ്ഞാലോ വലിയവനേ എന്നാണ് അർത്ഥം. വലിയവൻ എന്ന് പറഞ്ഞാൽ ആരാ? ബ്രഹ്മം തന്നെ. ബ്രഹ്മശബ്ദത്തിന്റെ അർത്ഥം വലുത് എന്ന് തന്നെയാണ്. അപ്പൊ ഏറ്റവും വലിയവനേ, അങ്ങേക്കാൾ വലുതായിട്ടൊന്നുമില്ല, അങ്ങ് തന്നെയാണ് ഏറ്റവും ഭൂമാ. അപ്പൊ ഭൂമാവായിരിക്കുന്നവനെ, ഏറ്റവും വലിയവനെ, എല്ലാം ഉൾക്കൊള്ളുന്നവനെ, എല്ലാം അങ്ങയിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്, എല്ലാം അങ്ങയിലാണ് നിലനിൽക്കുന്നത്, എല്ലാം അങ്ങയിലേക്കാണ് ചെന്നു ചേരുന്നത്. ഈ സത്യം അറിഞ്ഞിട്ട്, ഇതാണ് ഭൂമൻ എന്നുള്ള വിളിയുടെ അർത്ഥം. ഇവിടെ ഭഗവത്ഗീതയിലെ 18-ാം അധ്യായത്തിലെ 46-ാം ശ്ലോകത്തിൽ പറയുന്നുണ്ട്. എന്താണ്? യതഃ പ്രവൃത്തിർ ഭൂതാനാം ഏന സർവമിദം തതം. ഈ ഭൂതങ്ങളുടെ എല്ലാം ഉൽപ്പത്തി എവിടുന്നാണ്?
ഭൂതാനാം പ്രവൃത്തി, ഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ ഉണ്ടായ വസ്തുക്കളുടെ എല്ലാം പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തി. സർവഭൂതജാലങ്ങളും എവിടുന്നുണ്ടായി വന്നു? ഏന സർവമിതം തതം, യാതൊന്നിനാൽ എല്ലാം വ്യാപിക്കപ്പെട്ട് നിലനിർത്തപ്പെടുന്നുവോ? ആഭരണങ്ങളിൽ സ്വർണം വ്യാപിച്ചിരിക്കുന്നത് പോലെ ഈ ഭൂതങ്ങളിൽ മുഴുവൻ യാതൊന്ന് വ്യാപിച്ചിട്ടാണോ എല്ലാറ്റിനെയും നിലനിർത്തുന്നത്? ഏതൊരു ശക്തിയാണ് എല്ലാറ്റിനെയും സസ്റ്റെയിൻ ചെയ്യുന്നത്, എല്ലാറ്റിനും അസ്തിത്വം കൊടുക്കുന്നത്? ഏന സർവമിതം തതം, ഈ വസ്തുത മനസ്സിലാക്കിയിട്ട് യതഃ പ്രവൃത്തിർ ഭൂതാനാം ഏന സർവമിതം തതം, അത് മനസ്സിലാക്കി സ്വകർമ്മണ തം അഭ്യർച്ച്യ, ഓരോരുത്തരും അവരവരുടെ വർണ്ണാശ്രമ ധർമ്മങ്ങളെ കൊണ്ട്, അവനവന്റെ കർത്തവ്യ കർമ്മങ്ങളെ കൊണ്ട് ഓരോരുത്തരുടെയും ഡ്യൂട്ടി ഭഗവാനുള്ള പൂജയാക്കി മാറ്റുക. എന്ത് ചെയ്യണമെങ്കിലും ഭഗവാന് സമർപ്പിക്കാം. ഭഗവാന് പൂജ എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിലോ പൂജാമുറിയിലോ വിഗ്രഹത്തിൽ സമർപ്പിക്കുന്നത് മാത്രമല്ല പൂജ. ഏത് കർമ്മവും ചെയ്യുമ്പോഴും ഇതുകൊണ്ട് ഭഗവാൻ സന്തോഷിക്കട്ടെ എന്ന് സങ്കല്പിച്ചാൽ അത് പൂജയായി. ആ സങ്കല്പമാണ് പൂജ. ഞാൻ ചെയ്യുന്ന കർമ്മം ഭഗവാൻ സന്തോഷിക്കട്ടെ, ഈ ജഗദീശ്വരൻ പ്രസാദിക്കട്ടെ, അദ്ദേഹത്തിന്റെ പ്രസാദത്തിന് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്, അദ്ദേഹം തൃപ്തിപ്പെടണം, സന്തോഷിക്കണം. എങ്ങനെയാണ് അദ്ദേഹത്തെ സന്തോഷിപ്പിക്കുക? അദ്ദേഹത്തിന് നമ്മുടെ കഴിവുകൾ എത്രയാണെന്ന് അറിയാം. അപ്പൊ നമ്മുടെ കഴിവിന്റെ പരമാവധി നമ്മൾ പ്രയോഗിക്കുമ്പോഴേ അദ്ദേഹം സന്തോഷിക്കുള്ളൂ. എങ്ങനെയാണ് ഈശ്വരനെ സന്തോഷിപ്പിക്കുക? ഈശ്വരനെ സന്തോഷിപ്പിക്കാനുള്ള ഒരേ ഒരു വഴി, ഏത് രംഗത്ത് നമ്മൾ പ്രവർത്തിക്കുമ്പോഴും നമ്മുടെ കഴിവിന്റെ പരമാവധി അവിടേക്ക് ഇൻവോൾവ്ഡ് ആവണം നമ്മൾ. അല്ലാതെ നമുക്ക് കഴിവുണ്ടായിട്ടും നമ്മൾ മടി പിടിച്ച് കുറെ റിസർവ് ചെയ്തിട്ട് അല്പം മാത്രം പ്രകടിപ്പിക്കുക മാത്രമാണെങ്കിൽ, ഭഗവാനെ വഞ്ചിക്കാൻ വേണ്ടി, പറ്റിക്കാൻ വേണ്ടി കുറച്ച് പ്രകടിപ്പിക്കുക മാത്രമാണെങ്കിൽ ഒരിക്കലും ഭഗവാൻ പ്രസാദിക്കാൻ പോകുന്നില്ല. ഇപ്പൊ ഭഗവാനെ പ്രസാദിപ്പിക്കാൻ ഉള്ള എളുപ്പ വഴി എന്ന് പറയുന്നത് കഴിവിന്റെ പരമാവധി വിനിയോഗിക്കുക. ഏത് രംഗത്ത് പ്രവർത്തിക്കുമ്പോഴും ടോട്ടലായിട്ട് ഡെഡിക്കേറ്റഡ് ആയിരിക്കുക, സമർപ്പിതമായിരിക്കുക. അത് ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും, വീട് അടിച്ചുവാരി വൃത്തിയാക്കണമെന്ന് വിചാരിക്കുക, അത് ഒരു വഴിപാട് പോലെ എങ്ങനെ എന്തെങ്കിലും കാട്ടിയിട്ട് പോകരുത്. അത് നല്ലോണം അടിച്ചുവാരി വൃത്തിയാക്കുക. ഒരു പൊടിയില്ലാതെ എന്താണോ ചെയ്യുന്നത് അതിൽ പൂർണ്ണമായിട്ട്, ഇന്നൊരാൾ നോക്കിയാൽ ഒരു പൊടി കാണാൻ പാടില്ല. ആരെങ്കിലും നമ്മളെ കുറ്റം പറയാൻ പാടില്ല. നീ അടിച്ചുവാരിയ സ്ഥലമാണിത്, എന്തടിച്ചുവാരലാണിത്, മുഴുവൻ പാടില്ല. ഒരു തുണി അലക്കുന്ന പരിപാടിയാണെങ്കിൽ അത് നല്ലോണം നന്നായിട്ട് തന്നെ അലക്കുക. കീറുന്നവരെ അലക്കണ്ട, അതിൻ്റെ പാകത്തിന്. എങ്ങനെയായാൽ അഴുക്ക് പോകുമോ, എത്രത്തോളമായാൽ അഴുക്ക് പോകുമോ, എന്നിട്ട് അഴുക്ക് കളയാൻ ഉപയോഗിച്ച സോപ്പും നല്ലപോലെ കളയും വേണം. അതും നല്ലോണം വെള്ളത്തിൽ അലസി കളയണം. അതുപോലെ പാചകം ചെയ്യുന്നവരാണെങ്കിലും, അടുക്കളയിൽ പാചകം ചെയ്യുന്ന അമ്മമാര് ശപിച്ചുകൊണ്ട് എന്തെങ്കിലും കാട്ടിക്കൂട്ടരുത്. ഇതാർക്കുണ്ടാക്കി കൊടുത്താലും അവർക്കൊന്നും നന്ദിയില്ല. അത് ഭർത്താവാണോ, മക്കളാണോ, മരുമക്കളാണോ, പേരക്കുട്ടികളാണോ, അവരെയൊക്കെ ചീത്ത വിളിച്ചോണ്ട് ഉണ്ടാക്കി കൊടുക്കാൻ പാടുള്ളതല്ല. ഞാൻ ഉണ്ടാക്കുന്നത് ഭഗവാൻ സന്തോഷിക്കാൻ വേണ്ടിയിട്ടാണ്, ഇത് ഞാൻ ഭഗവാന് വേണ്ടിയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള ഭാവത്തോടുകൂടി, പരിപൂർണ സമർപ്പണത്തോടുകൂടി, നല്ല ശ്രദ്ധയോടുകൂടി ഉണ്ടാക്കിയാൽ ഭഗവാൻ പ്രസാദിക്കും. ഭഗവാൻ പ്രസാദിച്ചാൽ എങ്ങനെ അറിയാം? നിങ്ങൾ ആർക്കാണോ പാചകം ചെയ്ത് കൊടുക്കുന്നത് അവരും ഒക്കെ പ്രസാദിക്കും. അവർക്കൊക്കെ സ്നേഹവും സന്തോഷവും കാണാം.
നിങ്ങൾ നല്ല ഭാവനയോടുകൂടി അത് ചെയ്തു കൊടുത്താൽ തീർച്ചയായിട്ടും അവർക്ക് നിങ്ങളോടുള്ളതായിട്ടുള്ള സ്നേഹം അറിയാതെ കൂടും. നമ്മൾ ഈ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിലേക്ക് നമ്മുടെ സ്നേഹം ഈശ്വരനോടുള്ള സ്നേഹമായിട്ട് ചേർത്ത് കൊടുത്താൽ തിരിച്ചും അവരൊക്കെ ഇങ്ങോട്ട് സ്നേഹിക്കാൻ തുടങ്ങും. ഇന്ന് നമ്മൾ ആ മനസ്സിരുത്താത്തത് കൊണ്ടാണ് പരസ്പരം എപ്പോഴും മത്സരം ആയിരിക്കുന്നത്. അപ്പോൾ ചെയ്യുന്നത് ഭഗവാന് തൃപ്തിയാവണം എന്ന് വിചാരിച്ച് ചെയ്യുക. അപ്പോൾ അതുപോലെ ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നവരും ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്രന്മാരായിരിക്കുന്ന ആളുകൾ, അതാത് രംഗത്ത് പ്രവർത്തിക്കുന്നവർ, അധ്യാപകന്മാർ അധ്യാപന വൃത്തി നന്നായിട്ട് ചെയ്യുക, പൂജകന്മാർ ആ പൂജക വൃത്തി നന്നായിട്ട് ചെയ്യുക, ഭരണാധികാരികൾ അവരുടെ കഴിവിൻ്റെ പരമാവധി നന്നായിട്ട് ആത്മാർത്ഥമായിട്ട് അഴിമതിയില്ലാതെ ആരെയും ദ്രോഹിക്കാതെ ജനങ്ങൾക്ക് നന്മയുണ്ടാവണം, സുരക്ഷിതത്വം ഉണ്ടാവണം എന്നുള്ള ഭാവത്തിൽ അതാത് ഭരണം വഹിക്കുന്ന ഭരണാധികാരികൾ അവരുടേതായിട്ടുള്ള ഭരണം നിർവഹിക്കണം. ഉദ്യോഗസ്ഥന്മാർ ഓരോരുത്തരും അവരെവിടെ ഇരിക്കണോ, എന്താണ് അവരുടെ ഡ്യൂട്ടി വെച്ചാൽ അത് ഭംഗിയായിട്ട് ചെയ്യണം. താൻ ചെയ്യുന്ന ഡ്യൂട്ടി കൊണ്ട് തന്നെ ആശ്രയിച്ചിരിക്കുന്ന അല്ലെങ്കിൽ തൻ്റെ വകുപ്പിൽപ്പെട്ടതായിട്ടുള്ള കാര്യങ്ങളിൽ ഒന്നിലും ഒരു കുറവും ഉണ്ടാവാൻ പാടില്ല എന്ന് വിചാരിക്കണം. അതുപോലെ കച്ചവടക്കാരാണെങ്കിൽ അവരുടെ കച്ചവടത്തിലും ആ സത്യസന്ധതയും ആത്മാർത്ഥതയും ഉണ്ടായിരിക്കുക. കൃഷി, ഗോരക്ഷ, വാണിജ്യം ഇത്യാദി ചെയ്യുന്നതായിട്ടുള്ള വൈശ്യ വിഭാഗത്തിൽപ്പെട്ടവർ അവരുടെ പ്രവൃത്തിയിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുക. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഉപജീവനത്തിലുള്ള ലാഭമെടുക്കാൻ അർഹതയുണ്ട്. അതൊന്നും ശാസ്ത്രങ്ങൾ അരുത് എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ അമിത ലാഭം, അതുപോലെ മറ്റു തരത്തിലുള്ള ചൂഷണങ്ങൾ, തന്നെ വിശ്വസിച്ച് വന്നിരിക്കുന്ന ഉപഭോക്താവിനെ ഏതെങ്കിലും രീതിയിൽ മോശമായ സാധനങ്ങൾ കൊടുത്ത് വഞ്ചിക്കുക, അതുപോലെ അവർക്ക് ഒരു വസ്തു കൊടുത്തത് മോശമായി പോയെങ്കിൽ അതിനെ വേറെ ഏതെങ്കിലും രീതിയിൽ സപ്പോർട്ട് ചെയ്യുക, അതൊക്കെ ചെയ്യണം. ഗ്യാരണ്ടി കൊടുക്കുക. ഏത് സാധനം കൊടുത്താലും ഗ്യാരണ്ടി കൊടുത്ത് അതിനൊപ്പം സഹായിക്കുക. നമ്മൾ കൊടുത്ത സാധനം മോശമായി എന്ന് പറഞ്ഞാൽ അത് തിരിച്ചെടുക്കുക, വേറെ കൊടുക്കുക, അവരെ സന്തോഷിപ്പിക്കുക. അപ്പോൾ നമുക്ക് എന്നും അവരുടെ ആ ഗുഡ് വിൽ ഉണ്ടാവും. ആ സ്നേഹവും നമ്മളോടുള്ള വിശ്വാസവും ഭക്തിയും അവർക്ക് എന്നും നിലനിൽക്കും. ചിലപ്പോൾ തൽക്കാലം ചെറിയൊരു നഷ്ടം വന്നു എന്ന് വരും. ആ ചെറിയ നഷ്ടത്തെ നമ്മൾ കണക്കാക്കാതെ നമ്മൾ സത്യസന്ധമായി ആത്മാർത്ഥമായി അവരോട് ഡീൽ ചെയ്താൽ ഭാവിയിൽ അവരെന്നും നമ്മുടെ കസ്റ്റമേഴ്സായിട്ട്, നമ്മുടെ വിശ്വസ്തരായിട്ട് നമ്മളെ വിട്ട് എവിടെയും പോവില്ല. ആ ഒരു ബന്ധം, ആത്മബന്ധം, ഹൃദയബന്ധം കച്ചവടക്കാർക്കും കൃഷിക്കാർക്കും ഒക്കെ മറ്റുള്ളവരുമായിട്ട് സ്ഥാപിക്കാം. അതുപോലെ സർവൻസ് ആയിരിക്കുന്ന ആളുകൾക്ക്, ശൂദ്രന്മാരെന്ന് പറയുന്നത് സർവൻസാണ്. അവരും അവരുടെ പ്രവൃത്തികൾ ആത്മാർത്ഥമായി ചെയ്താൽ യജമാനനോട് വളരെ ഭയഭക്തിയോടുകൂടി ആത്മാർത്ഥതയോടുകൂടി, അതും താൻ ഈശ്വരന് വേണ്ടി ആ ചെയ്യണം എന്നുള്ള വിചാരത്തോടുകൂടി ചെയ്താൽ തീർച്ചയായിട്ടും അവർ തമ്മിലുള്ള ബന്ധവും വളരെ വളരെ ആഴത്തിലുള്ളതായിരിക്കും, ആത്മബന്ധങ്ങളായിരിക്കും. ഒരു കുടുംബാംഗങ്ങളെക്കാൾ സ്നേഹവും വാത്സല്യവും അങ്ങനെയുള്ളവർക്ക് കിട്ടും. അപ്പം ഇങ്ങനെ ഓരോ രംഗത്തുള്ളവർക്കും അവരവരുടെ തൊഴിൽ ഈശ്വരാരാധനയാക്കി മാറ്റിയാൽ ഈ ലോകം എത്ര സുന്ദരമായിരിക്കും. എല്ലാവർക്കും എന്തൊരു ശാന്തിയും സമാധാനവും ഉണ്ടാവും. എല്ലാവർക്കും സന്തോഷമായിട്ട് കഴിയാൻ പറ്റും. ഇത് പെട്ടെന്ന് പണക്കാരാവണം, മറ്റുള്ളവരെ ചൂഷണം ചെയ്യണം എന്ന് വിചാരിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് വഞ്ചനയും ചതിയും ഒക്കെ കയറി വരുന്നത്. കൈക്കൂലി, അഴിമതി ഇങ്ങനെയുള്ളതൊക്കെ കയറി വരുന്നത്. നമുക്ക് അർഹിക്കുന്ന നമ്മുടെ ധാർമ്മികമായിട്ടുള്ള എന്താ പറയുക, നമ്മൾ ചെയ്യുന്ന തൊഴിലിനുള്ള വരുമാനം അതെല്ലാവർക്കും അർഹതയുള്ളത് സ്വീകരിക്കാം. അതല്ലാതെ വഴിവിട്ട് അമിതമായിട്ടുള്ള
വരുമാനമുണ്ടാക്കണം, തനിക്ക് അർഹതയില്ലാത്തത് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചാൽ തൽക്കാലം ഉണ്ടാക്കിയെന്ന് വരും ചിലപ്പോൾ, പക്ഷെ അത് ശാശ്വതമായിരിക്കുകയില്ല. അപ്പം ഇങ്ങനെ ഇതാണ് ഏത് കർമ്മം ചെയ്യുമ്പോഴും ഭഗവാൻ പ്രസാദിക്കട്ടെ എന്നുള്ളതായിട്ടുള്ള ആറ്റിറ്റ്യൂഡ്. അപ്പോൾ ലോകം തന്നെ സന്തോഷമാകും, നമുക്കും എന്തെന്നില്ലാത്ത തൃപ്തി ഉണ്ടാവും. എന്ത് ചെയ്യുമ്പോഴും ഞാൻ ചെയ്യാനുള്ളത് ചെയ്തു. ഇനി ബാക്കി ഈശ്വരൻ്റെ നിശ്ചയം. ഭഗവാന് വിട്ടുകൊടുത്തു കഴിഞ്ഞു. എന്ത് വന്നാലും ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. ഞാൻ എൻ്റെ ഭാഗം ഭഗവാന് നിവേദിക്കാനുള്ളത് നിവേദിച്ചു. ഇനി ഇങ്ങോട്ട് തരുന്നതൊക്കെ പ്രസാദം. അത് കുറവാണെങ്കിലും കൂടുതലാണെങ്കിലും നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ഞാൻ പ്രസാദമായി സ്വീകരിക്കാൻ എന്നേ റെഡി. എനിക്ക് യാതൊരു കംപ്ലൈൻറ്റും ഇല്ല. ഞാൻ അങ്ങിൽ നിന്നൊന്നും പ്രതീക്ഷിക്കുന്നില്ല. കിട്ടിയത് കൂടുതൽ ലാഭം എന്നേ കരുതുന്നുള്ളൂ. എന്ത് കിട്ടിയാലും അങ്ങയുടെ പ്രസാദമായി, ലാഭമായി ഞാൻ കരുതുന്നു, സന്തോഷമായി സ്വീകരിക്കുന്നു. അതെത്ര കുറവുണ്ടെങ്കിലും എത്ര മോശമായിട്ടുള്ള പ്രതിഫലമാണെങ്കിലും എനിക്കൊരിക്കലും അതിനെക്കുറിച്ച് ആവലാതിയില്ല. ഈ ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു നമ്മുടെ പൂർവികരായിട്ടുള്ള ആളുകൾക്കൊക്കെ ഉണ്ടായിരുന്നത്. എന്ത് ചെയ്യുമ്പോഴും ഈശ്വര അർപ്പണമാക്കി ഈശ്വരന് തൃപ്തിയാവണം എന്നുള്ള കരുതി ആത്മാർത്ഥമായി ചെയ്തിരുന്നു. പൂർണ്ണ സമർപ്പണത്തോടെ ചെയ്തിരുന്നു. അതിലേക്ക് നമുക്കൊക്കെ തിരിച്ചു പോകാൻ ശ്രമിക്കാം. അപ്പം കിട്ടുന്ന ആ പ്രവൃത്തി ചെയ്യുമ്പോൾ തന്നെ സന്തോഷം കിട്ടും. വേറെ അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും അതിൻ്റെ ബൈ പ്രോഡക്റ്റായിട്ട് കിട്ടുന്ന പ്രതിഫലമല്ല നമുക്ക് മുഖ്യം. കർമ്മം ചെയ്യുമ്പോൾ തന്നെ എങ്ങനെയാണോ ഈശ്വരനോട് പ്രേമമുള്ള ഒരാൾക്ക് ആ പൂജ ചെയ്യുമ്പോൾ തന്നെ സന്തോഷം ഉണ്ടാവുന്നത്, ആ പൂജ തന്നെ ആസ്വദിച്ച് സന്തോഷത്തോടു കൂടി ചെയ്യും. ഭഗവാന്റെ കീർത്തനങ്ങൾ പാടുമ്പോൾ ആസ്വദിച്ച് പാടും ഒരു യഥാർത്ഥ ഭക്തൻ. ഭഗവാന്റെ നാമം ജപിക്കുന്ന ഒരാൾ ആസ്വദിച്ച് ജപിക്കും. ഭഗവാന് പൂജ ചെയ്യുന്ന ഒരാൾ ആസ്വദിച്ച് പൂജ ചെയ്യും. ആ പൂജ കഴിഞ്ഞിട്ട് അയാൾക്ക് ദക്ഷിണ കിട്ടേണ്ട ആവശ്യമില്ല. പൂജ ചെയ്യുമ്പോൾ തന്നെ അയാൾ സന്തുഷ്ടനാണ്, അതിൽ സന്തുഷ്ടനായിരുന്നു. പിന്നെ ദക്ഷിണ എന്നുള്ളതൊക്കെ അതൊക്കെ വരും പോകും. അതൊക്കെ ഉപജീവനത്തിനുള്ള ഈശ്വരൻ തരുന്ന വഴികൾ മാത്രം. എൻ്റെ ജീവനം ഇതാണ്, മറ്റത് വെറും ഉപജീവനമാണ്. എൻ്റെ ജീവനം എന്നുള്ളത് എൻ്റെ കർമ്മങ്ങളെ ഈശ്വരന് സമർപ്പിക്കുക. അതിൽ കിട്ടുന്നതാണ് സന്തോഷം. അതാണ് എൻ്റെ മുഖ്യ ലക്ഷ്യം. അങ്ങനെ ഓരോരുത്തരും അവരവർ ചെയ്യുന്ന കർമ്മങ്ങളെ ഒന്ന് മാറ്റി നോക്കൂ, എന്തെന്നില്ലാത്ത ആനന്ദം അനുഭവിക്കാം. എത്രയോ കാലമായി അത് അനുഭവിച്ചുകൊണ്ടാണ് പറയുന്നത്. അതുകൊണ്ട് നല്ല ധൈര്യമായിട്ട് പറയാൻ പറ്റും, ഉറപ്പിച്ച് പറയാൻ പറ്റും. കാലാകാലങ്ങളായിട്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ പരിപൂർണമായിട്ട് സമർപ്പിച്ച് ചെയ്യുന്ന ആ സംസ്കാരം കൊണ്ട് പറയുന്നതാണ്. അതിൽ നിന്ന് കിട്ടുന്ന സന്തോഷം അനുഭവിച്ച് പറയുന്നതാണ്. അത് കഴിഞ്ഞിട്ട് കിട്ടുന്നതൊന്നും നോക്കാറില്ല. ഏത് പ്രവൃത്തി കഴിഞ്ഞിട്ടും എന്ത് കിട്ടുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് പ്രശ്നമല്ല. എന്ത് വരുമാനം വന്നു, എന്ത് ദക്ഷിണ വന്നു, അതൊന്നുമല്ല. ഈ ചെയ്യുന്ന അവസരം, അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അതിനെ നന്നാക്കുക. ഭഗവാനെ പൂജിക്കാനൊരു അവസരം കിട്ടി. അപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് ഈ ക്ലാസ് എടുക്കുന്നത് ഭഗവാനെ പൂജിക്കാനുള്ളൊരു അവസരമാണ്. അത് ഏറ്റവും നന്നായിട്ട് പൂജിക്കുക, ഏറ്റവും നന്നായിട്ട് കഴിവിൻ്റെ പരമാവധി, എൻ്റെ കഴിവിൻ്റെ പരമാവധി. എനിക്ക് വേറൊരാളെ പോലെ ആവാൻ പറ്റില്ല. എന്നേക്കാൾ എത്രയോ കേമന്മാർ ലോകത്തിലുണ്ട്, അവരെ പോലെ ആവാൻ പറ്റില്ല. എന്നേക്കാൾ താഴെയുള്ളവരും ഉണ്ടാവും, അവരെ പോലെ ഞാൻ ആവേണ്ട ആവശ്യമില്ല. ഞാൻ ആരുമായിട്ടും താരതമ്യം ചെയ്യേണ്ട ആവശ്യമില്ല. താരതമ്യമില്ല ഈ ലോകത്തിൽ. ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള കഴിവുള്ളവരാണ്. ഓരോരുത്തരും യുണീക്കാണ്.
അപ്പം ഞാൻ എൻ്റെ കഴിവ് ഉപയോഗിച്ച്, ഞാൻ മറ്റൊരാളെ അനുകരിക്കാതെ, മറ്റൊരാളെ മത്സരിക്കാതെ, എൻ്റെ കഴിവിനെ പരിപൂർണമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നു, സമർപ്പിക്കുന്നു. അപ്പോൾ കിട്ടുന്ന സന്തോഷം, അത് ആ ചെയ്യുന്ന തൊഴിൽ ചെയ്യുമ്പോൾ തന്നെ കിട്ടുന്ന സന്തോഷമാണ്. അത് വേറെ അതിന് ശേഷം കിട്ടുന്ന പ്രതിഫലങ്ങളൊന്നുമല്ല. അതിനെയാണ് ഇവിടെ പറയുന്ന നാരായണായേതി സമർപ്പയാമി. ആ ജഗദീശ്വരനായിട്ട്, ജഗന്നിയന്താവിനായിക്കൊണ്ട് സമർപ്പിക്കുക. അപ്പം അതിന് സംബോധനയിൽ തന്നെ അതെല്ലാം ഒതുക്കി കഴിഞ്ഞു. ഭൂമൻ, വല്യോനേ, അങ്ങയെ ശരിക്കും അറിഞ്ഞിട്ട് ആ വല്യവനായ അങ്ങയ്ക്കുള്ള ആരാധനയായി മാറ്റുന്നു. ഭൂമൻ കായേന വാചാ മുഹുരപി മനസാ ത്വദ്ബല പ്രേരിതാത്മാ യദ്യത് കുറുവേ സമസ്തം തദിഹ പരതരേ ത്വയി അസൗ അർപ്പയാമി. അപ്പോൾ കായേന, കായമെന്നാൽ എൻ്റെ ശരീരം, എൻ്റെ ശരീരം കൊണ്ട്, വാസ്തവത്തിൽ ഇത് എൻ്റേതല്ല. ശരീരം കായമെന്ന് വിളിച്ചപ്പോൾ തന്നെ എൻ്റെ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് കിട്ടിയ ഒരു സൗഭാഗ്യം ബ്രഹ്മാവ് തന്നത്, സമഷ്ടി തന്നത്. ഇതുകൊണ്ട് ഞാൻ സമഷ്ടിക്ക് തന്നെ തിരിച്ച് സേവ കൊടുക്കുന്നു. അപ്പൊ കായേന വാച, എൻ്റെ വാക്കിന്ദ്രിയം കൊണ്ട് ഞാൻ എന്ത് പറയുന്നതും, മുഹുരഭി മനസ, പിന്നെ ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നതൊക്കെയും, ത്വദ്ബല പ്രേരിതാത്മാ, അങ്ങ് തന്ന ബലം കൊണ്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത്. എൻ്റെ ഉള്ളിലുള്ള വാസനയ്ക്കനുസരിച്ച്, എൻ്റെ പ്രകൃതിക്കനുസരിച്ച്, അങ്ങയുടെ ബലം കൊണ്ട്, അങ്ങ് തന്ന ശക്തി കൊണ്ട് ഞാൻ എന്തെന്ത് യത് കുർവേ, യത് അഹം കുർവേ, ഞാൻ എന്തെന്ത് ചെയ്യുന്നുവോ, സമസ്തം തദിഹ, തത് സമസ്തം, അത് മുഴുവനും ഞാൻ എന്ത് ചെയ്യുന്നു, പരതരേ ത്വയി, പരതരനായ, പരതരൻ, പരന്മാർക്ക് മുകളിലുള്ളവനായ, ദേവദേവനായ, ജഗദീശ്വരനായ അങ്ങയിൽ അസൗ അർപ്പയാമി. അസൗ എന്ന് പറഞ്ഞാൽ ഈ ഉള്ളവൻ, ഇവൻ എന്നർത്ഥമാണ് അസൗ. ത്വയി അസൗ അർപ്പയാമി, ഈ ഉള്ളവൻ എല്ലാം അങ്ങയിൽ സമർപ്പിക്കുന്നു. ഭൂമൻ കായേന വാചാ മുഹുരഭി മനസാ ത്വദ്ബല പ്രേരിതാത്മാ യദ്യത് കുർവേ സമസ്തം തദിഹ പരതരേ ത്വയി അസൗ അർപ്പയാമി. ഇത് മേൽപ്പത്തൂര് തൻ്റെ ഒരു പ്രാർത്ഥനയാക്കി മാറ്റി. ആ കവിയുടെ ഉപദേശത്തെ അവിടെ തേർഡ് പേഴ്സണിൽ ഉപദേശിച്ചു, ഇവിടെ ഫസ്റ്റ് പേഴ്സണിൽ തന്നെ അർപ്പയാമി എന്ന് മാറ്റി, തൻ്റെ സമർപ്പണമാക്കി മാറ്റി. ഇവിടെ കവിയെ മെൻഷൻ ചെയ്യുന്നില്ല. ഞാനെല്ലാം അങ്ങേക്ക് അർപ്പിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ വേറൊരു ഇതിനോട് ബന്ധപ്പെട്ട് തന്നെ ഒരു ആശയം പറയുന്നു. അത് ഏകാദശ സ്കന്ധത്തിൽ നിന്നല്ല, അത് പ്രഹ്ലാദ സ്തുതിയിൽ നിന്നുള്ള ഭാഗമാണ്. എന്താ പറയണത്? നാരായണ. അപ്പോ പ്രഹ്ലാദ സ്തുതിയിൽ സപ്തമസ്കന്ധത്തിൽ 9-ാം അധ്യായം പ്രഹ്ലാദ സ്തുതി, അതിലെ 10-ാമത്തെ ശ്ലോകമായിട്ട് പറയുന്നുണ്ട്. പ്രഹ്ലാദൻ പറയുന്നു, വിപ്രാത് ദിഷഡ്ഗുണയുതാത് അരവിന്ദനാഭപാദാരവിന്ദ വിമുഖാത് സ്വപചം വരിഷ്ഠം മന്യേ തദർപ്പിത മനോവചനേ ഹിതാർത്ഥനാഭപാദാര അരവിന്ദനാഭപാദാരവിന്ദ വിമുഖാത് വിപ്രാത് സ്വപചം വരിഷ്ഠം. സ്വപചൻ എന്ന് പറഞ്ഞാൽ സ്വാവിനെ പാചകം ചെയ്ത് കഴിക്കുന്നവൻ, ചണ്ടാളൻ. അവൻ ശ്രേഷ്ഠനാകുന്നു. ആരേക്കാൾ? ഒരു വിപ്രനേക്കാൾ. എങ്ങനെയുള്ള വിപ്രനേക്കാൾ?
വിപ്രന്റെ ധർമ്മം മറക്കുമ്പോൾ എന്താണ്? അരവിന്ദനാഭ പാദാരവിന്ദ വിമുഖാത്. അരവിന്ദനാഭൻ പത്മനാഭൻ, പത്മനാഭനായ ഭഗവാന്റെ, ഈ പ്രപഞ്ചത്തിന്റെ കാരണഭൂതൻ എന്നാണ് പത്മനാഭൻ എന്ന് വിളിക്കുമ്പോൾ അർത്ഥം. ഭഗവാന്റെ നാഭിയിൽ നിന്നുണ്ടായ പത്മം ലോകം തന്നെയാണ്. അപ്പൊ ഏതൊരു ഭഗവാന്റെ നാഭിയിൽ നിന്നാണോ ലോകരൂപമായ പത്മമുണ്ടായത് അവൻ പത്മനാഭൻ. അപ്പൊ ആരാണ്? ജഗത്കാരണം. ആ ജഗത്കാരണഭൂതനായ, ജഗന്നിയന്താവായ, ജഗത് രക്ഷകനായ ആ ഭഗവാനെ മറന്നുകൊണ്ട് ആ ഭഗവാന്റെ പാദാരവിന്ദ വിമുഖനായിരിക്കുന്ന ഒരു വിപ്രൻ, അയാൾക്ക് 12 ഗുണമുണ്ടായിക്കോട്ടെ എന്നാ പറയണത്. ദ്വിഷഡ്ഗുണ യുദാത്. ദ്വിഷട്ട് 2 6, ഷട്ട് 6 ദ്വിഷട്ട് 6 12. അപ്പോൾ ബ്രാഹ്മണർക്ക് വേണ്ടതായിട്ടുള്ള കുറേ ഗുണങ്ങളുണ്ട്. സാത്വിക ഗുണങ്ങൾ, ദൈവീ സമ്പത്തി എന്നൊക്കെ പറയുന്ന ആ ഗുണങ്ങൾ, അത് 12 ഗുണങ്ങൾ അയാൾക്ക് ഉണ്ടായിക്കോട്ടെ. പക്ഷെ അതൊന്നും കാര്യമില്ല. എന്ത് ഗുണമുണ്ടായിട്ടും കാര്യമില്ല. പിന്നെന്താ വേണ്ടത്? മുഖ്യമായിട്ടുള്ള ഗുണം ഭഗവാന്റെ പാദാരവിന്ദങ്ങളിലുള്ള ഭക്തിയാണ്. ഇപ്പൊ ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ ഭക്തിയില്ലാതെ വേറെ എന്തൊക്കെ ഗുണങ്ങൾ ഒരു ബ്രാഹ്മണൻ ഉണ്ടായിട്ടോ ആ ഗുണങ്ങളൊക്കെ അയാൾക്ക് അഭിമാനത്തിന് മാത്രം കാരണം, അഹങ്കാരം വർദ്ധിക്കാൻ, ആഢ്യത്വം വർദ്ധിക്കാൻ മാത്രം കാരണം. അതുകൊണ്ട് അവൻ അധപ്പതിക്കുകയേ ഉള്ളൂ ആ അഭിമാനം കൊണ്ട്. നേരെ മറിച്ച് ഭക്തിയാണ് അവനെ ഉദ്ധരിക്കുക, അവനെ ഉയർത്തുക. അപ്പൊ ഭക്തിയില്ലാതെ വെറുതെ ഞാൻ കേമനാണെന്ന് നടിച്ചു നടക്കുന്ന ഒരു ബ്രാഹ്മണനേക്കാൾ ഭക്തിയുള്ള ഒരു ചണ്ടാളനാണ് ശ്രേഷ്ഠൻ എന്നാണ് പറയുന്നത്. ശോഭചം വരിഷ്ഠം മന്യേ. പ്രഹ്ലാദൻ പറയുന്നത് ഞാൻ കരുതുന്നു ഒരു ശോഭജനാണ് ശ്രേഷ്ഠനെന്ന്. കാരണം എങ്ങനെയുള്ള ശോഭജൻ? തദർപ്പിത മനോവചനേഹിതാർത്ഥ പ്രാണം. ആ ഭഗവാനിൽ അർപ്പിച്ച തൻ്റെ മനസ്സ്, വാക്ക്, ഈഹിതം എന്ന് പറഞ്ഞാൽ കർമ്മങ്ങൾ, അർത്ഥം എന്ന് പറഞ്ഞാൽ തൻ്റെ ധനം, പ്രാണൻ എന്ന് പറഞ്ഞാൽ തൻ്റെ പ്രാണനെ തന്നെ ഭഗവാനിൽ അർപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ശോഭജൻ ശ്രേഷ്ഠനാകുന്നു. അപ്പൊ സർവസ്വവും ഭഗവാനിൽ അർപ്പിച്ച ഒരു ശോഭജനാണ് ഭഗവത് വിമുഖനായിട്ടുള്ള ഒരു ബ്രാഹ്മണനേക്കാൾ അയാൾ യോഗ്യനായിക്കോട്ടെ. പക്ഷെ അതൊന്നും കാര്യമില്ല. അങ്ങനെയുള്ളൊരു ചണ്ടാളൻ സഹ പുനാദി കുലം, ആ ചണ്ടാളൻ ജനിച്ച കുലത്തിനെ അയാൾ പവിത്രമാക്കുന്നു. നതു ഭൂരി മാനഹ. വലിയ അഭിമാനിയായിട്ടുള്ള ആ ബ്രാഹ്മണനോ അയാളുടെ കുലത്തിനെ അയാൾ രക്ഷിക്കുന്നില്ല, അയാൾ പവിത്രീകരിക്കുന്നില്ല. അയാളെ കൊണ്ട് ആ കുലത്തിനൊരു ഗുണവുമില്ല എന്നാ പറയുന്നത്. ആ ആശയം പ്രഹ്ലാദൻ പറഞ്ഞത് ഇവിടെ പറയുന്നു. ജാത്യാപീഹസ്വപാകഃ ത്വയി നിഹിത മനഃകർമ്മഭാഗീന്ദ്രിയാർത്ഥ പ്രാണോ വിശ്വം പുനീതേ നതു വിമുഖമനാഃ ത്വൽപദാത് വിപ്രവര്യഃ. ജാത്യാ അപി ഇഹ സ്വഭാഗഃ. ഇഹ ഈ ലോകത്തിൽ, ജാത്യാപി സ്വഭാഗഃ ജനനം കൊണ്ടോ അല്ലെങ്കിൽ അയാളുടെ എന്താ പറയുക ശീലങ്ങൾ കൊണ്ടോ അയാള് സ്വഭാഗനായിക്കോട്ടെ, ചണ്ടാളനായിക്കോട്ടെ. പക്ഷേ ത്വയി അങ്ങയിൽ നിഹിത മനഃകർമ്മവാഗിന്ദ്രിയാർത്ഥ പ്രാണഃ. ത്വയി അങ്ങയിൽ നിഹിതം നല്ലതുപോലെ ഉറപ്പിച്ചിരിക്കുന്നു. എന്തിനെയൊക്കെ? അദ്ദേഹത്തിന്റെ മനസ്സ്, അദ്ദേഹത്തിന്റെ കർമ്മങ്ങൾ, അദ്ദേഹത്തിന്റെ വാക്ക്, അദ്ദേഹത്തിന്റെ ഇന്ദ്രിയങ്ങൾ, അദ്ദേഹത്തിന്റെ അർത്ഥം അഥവാ ധനം, അദ്ദേഹത്തിന്റെ പ്രാണൻ, സർവസ്വവും ത്വയി നിഹിതം ഗുരുവായൂരപ്പ അങ്ങയിൽ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്വഭാഗനാണ് അവൻ. വിശ്വം പുനീതേ, വിശ്വത്തെ തന്നെ അവൻ പവിത്രീകരിക്കുന്നു. അങ്ങനെയുള്ളൊരു ആള്. നതു വിമുഖമനാഹ ത്വൽപദാത് വിപ്രവര്യഃ. ഒരു വിപ്രവര്യനായിക്കോട്ടെ, ബ്രാഹ്മണ ശ്രേഷ്ഠനായിക്കോട്ടെ, പക്ഷേ ത്വൽപദാത് വിമുഖമനാഹ, അങ്ങയുടെ പാദത്തിൽ നിന്ന് വിമുഖമായിട്ടുള്ള മനസ്സോടുകൂടിയവനാണെങ്കിൽ, അങ്ങയിൽ ഭക്തിയില്ലെങ്കിൽ, അങ്ങയോട് താല്പര്യമില്ലെങ്കിൽ, സമർപ്പണമില്ലെങ്കിൽ, അവൻ എത്ര യോഗ്യനാണെങ്കിലും, എന്തെല്ലാം ആഢ്യത്വമുണ്ടെങ്കിലും, കുലമഹിമയുണ്ടെങ്കിലും, അവൻ അവന്റെ കുലത്തിനെയോ വിശ്വത്തിനെയോ പവിത്രീകരിക്കുന്നില്ല. എന്നാൽ ഒരു ചണ്ടാളനായിട്ട് പോലും ഭഗവത് ഭക്തി ഉണ്ടെങ്കിൽ, ഭഗവാനിൽ അവൻ സർവസ്വവും സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ,
അവനാണ് ശ്രേഷ്ഠൻ. അപ്പോ എന്താ പറയുന്നത്, ഒരാളുടെ ജന്മമോ ജാതിയോ അങ്ങനെയുള്ളതൊന്നുമല്ല, ജനിച്ച വംശമോ ഒന്നുമല്ല അയാൾക്ക് മഹത്വം കൽപ്പിക്കുന്നത്. അയാൾ ചെയ്യുന്ന പ്രവൃത്തിയാണ്, അയാളുടെ മനസ്സിൻ്റെ വിശാലതയും ഭഗവാനോടുള്ള ഭക്തിയും. ഇതാണ് ഒരു മനുഷ്യനെ ശ്രേഷ്ഠനാക്കുന്നത്. അല്ലാതെ ജനിച്ച കുലമോ ബാക്കിയുള്ള ആഢ്യത്വങ്ങളോ ബാക്കി യോഗ്യതകളോ ഒന്നുമല്ല. വലിയ പാണ്ഡിത്യം ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ടോ ധനികനാണെന്ന് പറഞ്ഞതുകൊണ്ടോ മറ്റുള്ളവരുടെ മുമ്പിൽ സംസ്കാരമുള്ളവനാണെന്ന് ഭാവിച്ചതുകൊണ്ടോ ഒന്നും കാര്യമില്ല. അതിനേക്കാളൊക്കെ വേണ്ടത് ഭഗവാനോടുള്ള ഭക്തിയാണ്. അപ്പോൾ ഭക്തിയുള്ളവനാണ് ഭഗവാനെ സംബന്ധിച്ച് ഏറ്റവും പ്രിയതമൻ, ശ്രേഷ്ഠൻ. ഭഗവാന്റെ ലിസ്റ്റിൽ ഏറ്റവും മുകളിലിരിക്കുക ഈ ഭക്തിയുള്ള ആളുകളാണ്. അല്ലാതെ ബ്രാഹ്മണരൊക്കെ മുകളിലിരിക്കട്ടെ, പണ്ഡിതന്മാരൊക്കെ മുകളിലിരിക്കട്ടെ, ധനികന്മാരൊക്കെ ലിസ്റ്റിൽ മുകളിലിരിക്കട്ടെ, ഇല്ല. ഭഗവാന്റെ ലിസ്റ്റിൽ ഇവർക്കൊന്നുമല്ല മുകളിൽ സ്ഥാനം. ആർക്കാണോ നിഷ്കളങ്കമായ ഭക്തി ഭഗവാനോടുള്ളത് അവരാണ് ഭഗവാന്റെ ലിസ്റ്റിൽ മുകളിലിരിക്കുക. അത് മനസ്സിലാക്കുക. എന്നിട്ടോ നമ്മൾക്ക് ഭഗവാന്റെ പ്രിയപ്പെട്ടവരായി തീരണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ആ പ്രേമം ഭഗവാനോട് നിഷ്കളങ്കമായ നിഷ്കപടമായ പ്രേമം. അതെങ്ങനെ പ്രകടിപ്പിക്കണം? ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ഭഗവാൻ സന്തോഷിക്കട്ടെ എന്ന് കരുതിക്കൊണ്ട് ഏറ്റവും നന്നായി ചെയ്താൽ ഭഗവാൻ തീർച്ചയായിട്ടും സന്തോഷിക്കും. ഭഗവാൻ അതിനൊക്കെ ലിസ്റ്റിട്ട് തന്നിട്ടുണ്ട്. ഭഗവത്ഗീതയിൽ 12-ാം അധ്യായം ഭക്തന്റെ ലക്ഷണം പറഞ്ഞു തരുമ്പോൾ വരിയായിട്ട് ഒരു 20 ലക്ഷണങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. അദ്വേഷ്ടാ സർവഭൂതാനാം മൈത്ര കരുണയേവച നിർമ്മമോ നിരഹങ്കാര സമദുഃഖ സുഖക്ഷമി എന്നാരംഭിച്ച് കുറേ ലിസ്റ്റിട്ട് തരുന്നുണ്ട്. അതാണ് ഭഗവാന് പ്രിയപ്പെട്ടവരുടെ ലിസ്റ്റ്. ഇപ്പം നമ്മൾ എവിടെ ജനിച്ചു, ആരുടെ മകനാണ്, ആരുടെ പേരക്കുട്ടിയാണ്, ഏത് കുലത്തിലാണ്, ഇതൊന്നും ഭഗവാന് നോക്കണ്ട. അങ്ങനത്തെ കോളങ്ങളെ ഇല്ല ഭഗവാന്റെ ലിസ്റ്റിൽ. ഭഗവാൻ നമ്മുടെയൊക്കെ പ്രൊഫൈല് കളക്ട് ചെയ്യുമ്പോൾ ഇന്നത്തെ സർക്കാരുകൾ ചോദിക്കുന്ന പോലെ ജാതി, മതം, ദേശം, അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര് ഒന്നും വേണ്ട ഭഗവാന്. ഭഗവാന്റെ കോളത്തിൽ വേറെയാണ് വിഷയങ്ങൾ. അപ്പോൾ ഇത് മനസ്സിലാക്കുക നമ്മൾ. ഇതാണ് ഭക്തിയുടെ ഒരു താല്പര്യം. ഇതാണ് ഭക്തി എന്ന് മനസ്സിലാക്കുക. അല്ലാതെ നമ്മൾ ഇന്ന് കാണിക്കുന്ന കാട്ടിക്കൂട്ടുന്നതൊന്നുമല്ല ഭക്തി. ഭൂമൻ കായേന വാചാ മുഹുരപി മനസാ ത്വദ്ബല പ്രേരിതാത്മാ യദ്യത് കുർവേ സമസ്തം തദിഹ പരതരേ ത്വയി അസൗ അർപ്പയാമി ജാത്യാബീഹ സ്വഭാഗഃ ത്വയി നിഹിതമനഃ കർമ്മവാഗിന്ദ്രിയാർത്ഥപ്രാണോ വിശ്വം പുനീതേ നതു വിമുഖമനാഃ ത്വൽപദാത് വിപ്രവർയഃ. ഭീതിർനാമദ്വിതീയാദ് ഭവതി നനു മനഃ കൽപിതം ച ദ്വിതീയം തേനൈക്യാഭ്യാസശീലോ ഹൃദയമിഹ യഥാശക്തി ബുദ്ധ്യാ നിരുന്ധ്യാം മായാവിദ്യേതു തസ്മിൻ പുനരപി ന തദാ ബാധി മായാദിനാദം തം ത്വാം ഭക്ത്യാ മഹത്യാ സതതമനുഭജൻ ഈശഭീതിം വിജഹ്യാം. ഭീതിർനാമ ദ്വിതീയാദ് ഭവതി നനു മനഃ കൽപിതം ച ദ്വിതീയം തേനൈക്യാഭ്യാസശീലോ ഹൃദയമിഹ യഥാശക്തി ബുദ്ധ്യാ നിരുന്ധ്യാം മായാവിദ്യേതു തസ്മിൻ പുനരപി ന തദാ ബാധി മായാദിനാദം തം ത്വാം ഭക്ത്യാ മഹത്യാ സതതമനുഭജൻ ഈശ ഭീതിം വിജഹ്യാം. 1-ാം ശ്ലോകത്തില് ഭഗവത് ഭജനം കൊണ്ട് ഭയമകലും എന്ന് പറഞ്ഞിരുന്നു. അതിനെ കൂടുതൽ ലോജിക്കലി റീസണിങ് തന്നുകൊണ്ട് അവതരിപ്പിക്കുകയാണ്.
എങ്ങനെയാണ് ഭഗവത് ഭജനം കൊണ്ട് ഭയം അകലുക എന്ന്. ഭീതിർനാമ, ഭീതി എന്നാൽ, നാമ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ എന്നൊക്കെ പറയുന്നതിന് തുല്യമായിട്ടുള്ള പ്രയോഗമാണ്. ഭീതിർനാമ, ഭീതി എന്ന് പറഞ്ഞാല് അത് എവിടുന്നുണ്ടാകുന്നു? ദ്വിതീയാത് ഭവതി, ദ്വിതീയാത് ഭവതി, രണ്ടാമതിൽ നിന്നാണ് ഭയമുണ്ടാകുന്നത്. ഒന്നേ ഉള്ളുവെങ്കിൽ ഭയമില്ല. ഞാൻ എത്ര വലിയ ഗുണ്ടയായിക്കോട്ടെ, ലോകത്തിനെയൊക്കെ പേടിപ്പിക്കുന്ന ആളായിക്കോട്ടെ, ഞാൻ എത്ര വലിയ ഗുണ്ടയായിക്കോട്ടെ, എത്ര ക്രൂരനായിക്കോട്ടെ, പക്ഷെ എനിക്ക് എന്നെ പേടിയുണ്ടോ? എനിക്ക് എന്നെ ഒരിക്കലും പേടിയില്ല. എനിക്ക് എന്നിൽ നിന്ന് അന്യരായിട്ടുള്ളവരെ മാത്രമേ പേടിയുള്ളൂ, അല്ലേ? അപ്പൊ എന്നിൽ നിന്ന് അന്യനായിട്ടുള്ള ഒരാളുണ്ടെങ്കിലേ എനിക്ക് ഭയമുള്ളൂ. എനിക്ക് എന്നെ പേടിയില്ല. എനിക്ക് എന്നെ പേടിയായിട്ട് വയ്യ എന്നാരും പറയില്ല. അപ്പൊ ദ്വിതീയാത്, രണ്ടാമതിൽ നിന്നാണ് ഭയം ഭവതി, ഭയമുണ്ടാകുന്നത്. വേദവാക്കുകളാണ്. ദ്വിതീയാദ്വൈ ഭയം ഭവതി എന്ന് ചാന്തോക്യ ഉപനിഷത്തിൽ പറയുന്നതാണ്. രണ്ടാമതിൽ നിന്നാണ് ഭയമുണ്ടാകുന്നത്. ഒന്നിൽ ഭയമില്ല, അദ്വൈതത്തിൽ ഭയമില്ല, ദ്വൈതത്തിലാണ് ഭയം. അപ്പൊ ദ്വിതീയാത് ഭയം ഭവതി. എന്നാൽ ഈ ദ്വിതീയം സത്യമാണോ? ഈ ദ്വൈതം സത്യമാണോ? രണ്ടാമതൊന്നുണ്ടോ ഇവിടെ? നനു, എന്നാലേ മനക്കൽപ്പിതം ച ദ്വിതീയം, ഈ രണ്ടാമത്തെ വസ്തു അത് മനക്കൽപ്പിതം, അത് മനസ്സിന്റെ വിവരക്കേടാണ്. ഈ മനസ്സിനെ നിങ്ങൾ വേണ്ട രീതിയിൽ എഡ്യൂക്കേറ്റ് ചെയ്തിരുന്നില്ല. അതുകൊണ്ട് വിവരമില്ലാത്ത മനസ്സിന്റെ കൽപ്പനയാണ് ദ്വിതീയം, ദ്വൈതം. നമ്മുടെ മനസ്സിനെ നമ്മൾ വേണ്ട രീതിയിൽ എഡ്യൂക്കേറ്റ് ചെയ്തിരുന്നെങ്കിൽ എത്രയോ തെറ്റിദ്ധാരണകളോടെ പോവുമല്ലോ. പക്ഷെ നമ്മള് തെറ്റിദ്ധാരണ നീക്കാൻ ശ്രമിക്കില്ല. നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്കും അതിനെ വിശ്വസിക്കും, എന്തെങ്കിലും കാണുമ്പോഴേക്കും അതിനെ വിശ്വസിക്കും. അതിൻ്റെ സത്യത്തെക്കുറിച്ച് നമ്മൾ ചിന്ത ചെയ്യുകയില്ല, അന്വേഷിക്കുകയില്ല. ഏത് കാര്യത്തിലും നമ്മൾ സത്യം അന്വേഷിച്ച് നമുക്ക് ബോധ്യം വന്നിട്ടേ നമ്മൾ അതിൽ റിയാക്ട് ചെയ്യാൻ പാടുള്ളൂ. കാള പെറ്റു എന്ന് പറയുമ്പോഴേക്കും കയറും എടുത്തിട്ട്, അത് ഒന്നോ രണ്ടോ അല്ല, കുറെ കയറും എടുത്തിട്ട് അങ്ങോട്ട് ഓടുക. അത് എന്തുകൊണ്ട്? ചിന്തിക്കാത്തത് കൊണ്ട്, അവിവേകം. അപ്പൊ നമ്മൾ ഈ ലോകത്തിൽ നിന്ന് ജീവിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ അവിവേകം പ്രവർത്തിക്കുന്നവരാണ്. ഇവിടെ എല്ലാവരും വിവേകികളായാൽ ഇവിടെ ശണ്ടകളും കലഹങ്ങളും പ്രശ്നങ്ങളും ഒന്നുമില്ല. ഏത് കാര്യത്തെക്കുറിച്ചും നമ്മൾ നല്ലോണം ഒന്ന് വിചാരം ചെയ്തിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല അവിടെ. പക്ഷെ എല്ലാവരും എടുത്തുചാട്ടക്കാരാണ്. നമ്മൾ പറഞ്ഞത് വേറൊരാൾ അനുസരിച്ചില്ലെങ്കിൽ അപ്പം നമുക്ക് ഈഗോ പൊങ്ങി, ആഹാ ഞാൻ പറഞ്ഞത് നീ കേൾക്കില്ല അല്ലേ, നിന്നെ കൊണ്ട് ഞാനത് ചെയ്യിച്ചിട്ടേ ഇരിക്കുള്ളൂ എന്ന് വാശിയോടുകൂടി മത്സരത്തോടുകൂടി പിന്നെ യുദ്ധം ആരംഭിക്കുകയായി. എന്തുകൊണ്ടാണ് അയാൾ ചെയ്യില്ല എന്ന് പറഞ്ഞത്? കാര്യകാരണങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയോ അയാൾക്ക് പറയാനുള്ള അവസരം കൊടുക്കുകയോ അതിൽ ശരിയാണെന്ന് തോന്നിയാൽ സമ്മതിച്ചു കൊടുക്കുകയോ ഒക്കെ ചെയ്താൽ പ്രശ്നം കഴിഞ്ഞു. പക്ഷെ ഓരോരുത്തർക്കും ഞാൻ പിടിച്ച മുയലിന് കൊമ്പ് മൂന്നാണ്. എന്നിട്ട് നിസാര കാര്യങ്ങൾക്ക് വിവരക്കേടുകൊണ്ട് അടിപിടി കൂടി ജീവിതം നരകമാക്കിക്കൊണ്ടിരിക്കുന്നു. അല്പം ക്ഷമ കാണിക്കുകയും സത്യം അന്വേഷിക്കാനും സത്യം അറിയാനും മെനക്കെട്ടും കഴിഞ്ഞാൽ ഈ ലോകത്തിൽ പല പ്രശ്നങ്ങളും നിസാരമായിട്ട് പോകും. ഒരു പ്രശ്നവുമില്ല. പക്ഷെ ചില ആളുകളുടെ രജോ ഗുണം അത് സഹിക്കില്ല.
അവർക്ക് അപ്പം തന്നെ ആക്ഷൻ എടുക്കണം. പല കാര്യങ്ങളിലും ചാടി വീഴുങ്ങിട്. വെപ്രാളമാണ്, പരിഭ്രമമാണ് എപ്പോഴും. ഒരു കാര്യം വിചാരിച്ചാൽ അപ്പം നടക്കണം. നടന്നില്ലെങ്കിൽ കൊച്ചുകുട്ടികൾ നിലത്ത് കിടന്ന് ഉരുളും പോലെയാണ് ചില ആളുകൾ കാണിക്കുക. കയ്യും കാലും ഒക്കെ ഇട്ട് അടിച്ച് കരയില്ലേ കുട്ടികൾ, മിഠായി കിട്ടിയില്ലെങ്കിൽ കരയും പോലെയൊക്കെ. അതുപോലെയാണെന്ന് പലരും വലുതായിട്ടും, എത്രയോ വലുതായി മീശയൊക്കെ മുളച്ചു അല്ലെങ്കിൽ തലയൊക്കെ നരച്ചു, എന്നാലും ആളുകളുടെ സ്വഭാവം ഇതുപോലെയാണ്. ഈ കൊച്ചുകുട്ടികൾ കിടന്ന് കൈയും കാലും ഇട്ട് അടിച്ച് കരയുന്ന പോലെയാണ്. ഞാൻ വിചാരിച്ച കാര്യം ഇപ്പം നടക്കണം, ഇപ്പം നടന്നില്ലെങ്കിൽ പ്രശ്നമാണ്. അപ്പം ഇതൊക്കെ എന്തുകൊണ്ടാണ്? വിചാരം ചെയ്യാത്തത് കൊണ്ടാണ്. അവിചാരിതമായി വന്നു ചേർന്നതാണ് അജ്ഞാനം, തെറ്റിദ്ധാരണകളൊക്കെ. വിചാരം ചെയ്യാത്തത് കൊണ്ട് വന്നു ചേരുന്നതാണ് എല്ലാ തെറ്റിദ്ധാരണകളും. ഇത് മനുഷ്യ സഹജമായിട്ടുള്ള ഒരു സ്വഭാവം. ഇതിനെ എന്ത് വേണം? നമ്മൾ തിരുത്തണം. ഈ സ്വഭാവത്തെ നമ്മൾ മാറ്റിയെടുക്കണം. ഏത് കാര്യത്തിലും സത്യം അന്വേഷിക്കുന്ന ഒരു സ്വഭാവം വർദ്ധിപ്പിക്കണം. അപ്പോഴാണ് നമ്മൾ മനുഷ്യൻ എന്ന പദവിക്ക്, എന്ന പേരിന് അർഹനാവുന്നത്. മനുഷ്യൻ എന്നാൽ മനുധാതുവിൽ നിന്നാണ്. മനനം ചെയ്യുന്നവൻ, ചിന്തിക്കുന്നവൻ, സത്യം അന്വേഷിക്കുന്നവൻ, അവനാണ് മനുഷ്യൻ. അപ്പൊ സത്യാന്വേഷണം ചെയ്ത് സത്യം ബോധ്യപ്പെട്ടതിന് ശേഷമാണ് നമ്മൾ ഓരോന്നിലും പ്രവർത്തിക്കേണ്ടത്. എന്നതുപോലെ ഈ പ്രപഞ്ചത്തിന്റെ സത്യത്തെക്കുറിച്ച് നമ്മൾ അന്വേഷിച്ചിട്ടുണ്ടോ? ഞാനാരെന്നുള്ള സത്യത്തെക്കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടോ? അന്വേഷിച്ചിട്ടില്ല. അറിവില്ലാത്ത ഒരു കൺക്ലൂഷനേ ഉള്ളൂ നമുക്ക്. വിചാരം ചെയ്യാതെ നമ്മൾ നിശ്ചയത്തിലെത്തിയിരിക്കുകയാണ്. അത് തെറ്റായ നിശ്ചയമാണ്. കാരണം സത്യത്തെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല. അതിനറിയിക്കാനുള്ള ശാസ്ത്രങ്ങളും ആളുകളും അറിഞ്ഞവരായിട്ടുള്ള മഹാത്മാക്കളൊക്കെ ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട്. ഈ പ്രപഞ്ചത്തിന്റെ സത്യത്തെക്കുറിച്ച് അന്വേഷിച്ച് അത് സാക്ഷാത്കരിച്ച, ഇവിടെ ഏകവും അദ്വിതീയവുമായിട്ടുള്ള ഒരേ ഒരു വസ്തുവേ ഉള്ളൂ, നേഹ നാനാസ്തി കിഞ്ചന, ഇവിടെ പലതില്ല എന്ന് നല്ലതുപോലെ യുക്തിസഹമായിട്ട് ഉറപ്പിച്ചു തരാൻ കഴിവുള്ള, ശാസ്ത്രീയമായി അവതരിപ്പിക്കാൻ കഴിവുള്ള മഹാപുരുഷന്മാർ എത്രയോ ഇവിടെ ഉണ്ടായി. എത്രയെത്ര പേര് ആ സത്യം അനുഭവിച്ചറിഞ്ഞ ആനന്ദത്തോടുകൂടി കഴിഞ്ഞു പോയി. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ അറിയാൻ ശ്രമിക്കാതെ മൂഢന്മാരായിക്കൊണ്ട് ഞാൻ പിടിച്ച മുയലിന് കൊമ്പ് 3 എന്ന് നിശ്ചയിച്ചുകൊണ്ട് വ്യവഹരിക്കുന്ന മൂഢന്മാരാണ്. അപ്പോ എന്താണ് ദ്വിതീയം? മനക്കൽപ്പിതം ദ്വിതീയം. ഐക്യ അഭ്യാസശീല ഹൃദയമിഹ യഥാ ശക്തി ബുദ്ധ്യാ നിരുന്ധ്യാം തേന. അതുകൊണ്ട് ഈ മനസ്സ് ദ്വൈതം കൽപ്പിച്ചുണ്ടാക്കിയിരിക്കുന്നത് കൊണ്ട് ഇഹ ഇവിടെ ഈ മനുഷ്യജന്മത്തിൽ ഐക്യ അഭ്യാസശീല. നമ്മളൊക്കെ എന്താ ശീലിക്കേണ്ടത്? എന്താണ് അഭ്യസിക്കേണ്ടത്? ഐക്യം. ദ്വൈതമില്ല, ഐക്യമേ ഉള്ളൂ, ഏകഭാവമേ ഉള്ളൂ എന്ന് നിരന്തരം അഭ്യസിച്ച് അത് ശീലമാക്കണം. അഭ്യസിക്കുമ്പോൾ ശീലമായി മാറും. ആദ്യം അഭ്യാസം, അതിൻ്റെ റിസൾട്ടാണ് ശീലം. ആദ്യം ഡെലിബറേറ്റ് ആയിട്ട് എഫർട്ട് എടുത്തുകൊണ്ട് നമ്മൾ അഭ്യസിക്കുന്നു. പിന്നെ അത് എഫർട്ട്ലെസ് ആയിട്ട് നമ്മുടെ സ്വഭാവമായിട്ട് മാറുന്നു, ശീലമായി മാറുന്നു. നീന്താൻ പഠിക്കുമ്പോൾ എഫർട്ട് ഉണ്ട്. പഠിച്ചു കഴിഞ്ഞ് എക്സ്പേർട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ ഏത് വെള്ളത്തിലും നമുക്ക് എഫർട്ട്ലെസ് ആയിട്ട് നീന്തുകയും കളിക്കുകയും ചെയ്യാം. സൈക്കിൾ ചവിട്ടാൻ പഠിക്കുമ്പോൾ അഭ്യാസം, എഫർട്ട് ഉണ്ട്. പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ കയ്യും വിട്ടിട്ടും കണ്ണടച്ചിട്ടും സൈക്കിൾ ചവിട്ടാം. നടക്കാൻ പഠിച്ചപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. ഏത് കാര്യമാണെങ്കിലും, കാർ ഡ്രൈവിംഗ് പഠിച്ചപ്പോൾ പഠിക്കുന്ന കാലത്ത് കുറേ കഷ്ടമുണ്ടായിരുന്നു. പഠിച്ചു കഴിഞ്ഞപ്പോൾ ഉറക്കത്തിലും വേണമെങ്കിൽ വണ്ടി ഓടിക്കാം.
അപ്പോൾ ഏത് കാര്യവും ആദ്യം അഭ്യാസം കുറച്ച് പ്രയാസം ഉണ്ടാവും, അത് കഴിഞ്ഞത് സ്വഭാവമായി മാറും, ശീലമായിട്ട് മാറും. അതാണ് ഇവിടെ ഐക്യ അഭ്യാസശീല അഹം. ഐക്യത്തെ അഭ്യസിച്ച് ശീലമാക്കുന്നവനായിട്ട് ഞാൻ പരിശ്രമിക്കും. അപ്പൊ നമ്മൾ ഓരോരുത്തരും നിത്യവും പരിശ്രമിക്കേണ്ടത് എന്തിനാണ്? ഈ ഐക്യത്തെ അറിയാനും ഉറപ്പിക്കാനും. ഈ ഐക്യചിന്ത, ഏകത്വ ചിന്ത, ഞാനും ഈശ്വരനും ഈ ലോകവും ഒരേ പൊരുളാണ്, ഒരേ വസ്തുവാണ്, ഒരേ സത്യമാണ്. ഇവിടെ നാനാത്വമില്ല. ഇവിടെ എല്ലാം ഉണ്ടാവുന്നതിന് മുമ്പ് ഒരേ ഒരു വസ്തുവേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാം ഇല്ലാതായാലും ഒരേ ഒരു വസ്തുവേ ശേഷിക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ മധ്യത്തിൽ കാണുന്ന നാനാത്വവും ആ ഒരേ ഒരു വസ്തുവിൻ്റെ തന്നെ ഭാനമാണ്. അതിനെ തന്നെ നമ്മൾ വേണ്ട പോലെ അപ്പുറവും ഇപ്പുറവും ചിന്തിക്കാതെ നമ്മൾ കൺക്ലൂഡ് ചെയ്തിരിക്കുകയാണ്. ഒന്ന് ചിന്തിക്കാം നമുക്ക്. ഇവിടെ ഒന്നാണ് സത്യം, ഏകമാണ് സത്യം, അദ്വൈതമാണ് സത്യം എന്ന് പരിശീലിച്ചുകൊണ്ട് ഇഹ ഐക്യാഭ്യാസശീല ബുദ്ധ്യാ ഹൃദയം യഥാശക്തി നിരുന്ധ്യാം. അങ്ങനെയുള്ള ആ അറിവ് കൊണ്ട്, ബുദ്ധി കൊണ്ട്, ആ ജ്ഞാനം കൊണ്ട് ഞാൻ എൻ്റെ ഹൃദയത്തെ, ഇവിടെ ഹൃദയം എന്നാൽ മനസ്സ്, എൻ്റെ വികാരങ്ങളെ നിരുന്ധ്യാം, നിയന്ത്രിക്കും ഞാൻ. ഈ അറിവ് കൊണ്ട് വേണം നമ്മൾ മനസ്സിനെ നിയന്ത്രിക്കാൻ. ബുദ്ധിയെ സാരഥിയാക്കി മനസ്സാകുന്ന കടിഞ്ഞാണിനെ ആ സാരഥി നന്നായി അടക്കി പിടിക്കണം. അപ്പോൾ ബുദ്ധി, നല്ല അറിവുള്ള ബുദ്ധി കൊണ്ട് ഞാൻ മനസ്സിനെ നിയന്ത്രിക്കും. അതാണ് ബുദ്ധ്യാ ഹൃദയം യഥാശക്തി നിരുന്ധ്യാം. ഇനി അങ്ങനെ സാധിച്ചില്ലെങ്കിലോ അത് ജ്ഞാനയോഗമാണ്. ബുദ്ധി കൊണ്ട് മനസ്സിനെ നിയന്ത്രിക്കുന്നത്, വിവേകം കൊണ്ട് വികാരത്തെ ജയിക്കുന്നത്, അത് ജ്ഞാനയോഗം. അത് സാധിച്ചില്ലെങ്കിൽ പുനഃ അപി തസ്മിൻ മായാവിദ്യേ തദാനബാധി. പുനഃ അപി പിന്നെയും തസ്മിൻ മായാവിദ്യേ, അതിനെ മായയാൽ ബാധിക്കപ്പെട്ടാൽ, തസ്മിൻ എന്ന് പറഞ്ഞാൽ മനസ്സ് മായ കൊണ്ട് ബാധിക്കപ്പെട്ടാൽ വീണ്ടും വീണ്ടും മായ പിടികൂടും മനസ്സിനെ. മായ മനസ്സിനെ ഇളക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ മായാവിദ്യേ തദാനബാധി, പിന്നെയും ദ്വൈതം തോന്നും, പഴയ പോലെ അദ്വൈതം തോന്നില്ല. അപ്പോൾ വീണ്ടും ദ്വൈതം ഉദിച്ചാലോ ഞാൻ എന്തു ചെയ്യും? അപ്പോഴാണ് ഞാൻ ഭക്തിയോഗത്തെ സ്വീകരിക്കുക, ഭഗവാന്റെ ശരണാഗതി ചെയ്യും ഞാൻ. അതാണ് തം മായാദിനാദം ത്വാം ഭക്ത്യാ മഹത്യാ സതതമനുഭജൻ ഈശ ഭീതിം വിജഹ്യാം. അപ്പൊ എനിക്ക് സ്വയം എൻ്റെ പരിശ്രമം കൊണ്ട് മായയെ ജയിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? അങ്ങയുടെ സഹായം തേടും. ഈ ദ്വൈതത്തെ എനിക്ക് ഒഴിവാക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ ദ്വൈതത്തെ തൽക്കാലം അംഗീകരിക്കും. ശരി, ഇരിക്കട്ടെ. അങ്ങനെ ദ്വൈതത്തെ അംഗീകരിച്ചുകൊണ്ട് ഈ ജഗത്തിൻ്റെ ഈശ്വരനായ അങ്ങയെയും ഞാൻ അംഗീകരിച്ചുകൊണ്ട് ആ ഈശ്വരനായ അങ്ങയെ ഞാൻ ശരണം പ്രാപിക്കും. അതാണ് തം മായാദിനാദം ത്വാം. ആ മായാനാഥനായ അങ്ങയെ മഹത്യാ ഭക്ത്യ, വർദ്ധിച്ച ഭക്തി കൊണ്ട്, മഹതിയായ ഭക്തി കൊണ്ട്, പ്രേമം കൊണ്ട്, സതതം അനുഭജൻ, നിരന്തരം അങ്ങയെ തന്നെ ഭജിച്ചുകൊണ്ട്, ഈശ അല്ലയോ ജഗദീശ്വര, എല്ലാറ്റിൻ്റെയും നിയന്താവായ ഭഗവാനെ, ഭീതിം വിജഹ്യാം, ഞാൻ എൻ്റെ ഭയത്തെ ഉപേക്ഷിക്കും, ഭയത്തെ വെടിയും, ഭയത്തെ അകറ്റും. അപ്പൊ നിരന്തരമായ ഭഗവൽ ഭജനം കൊണ്ട് ഞാൻ എൻ്റെ ഭയത്തെ ഇല്ലാതെയാക്കും. അപ്പൊ ആദ്യം വിവേകം കൊണ്ട് ഞാൻ എൻ്റെ ദ്വൈതഭാവത്തെ ഇല്ലാതെയാക്കി അദ്വൈതമാണ് സത്യം എന്നുള്ളതിനെ ഉറപ്പിക്കാൻ ശ്രമിക്കും. അപ്പോഴും മായ കയറി എൻ്റെ മനസ്സിന് ഇളക്കം സംഭവിച്ചു കൊണ്ടിരുന്നാൽ ആ മനസ്സ് ഇളകാതിരിക്കാനായിക്കൊണ്ട് ഞാൻ അങ്ങയെ ശരണം പ്രാപിക്കും. മായാദിനാഥനായ അങ്ങയെ ഭക്തിപൂർവം ഞാൻ സേവിച്ച് ഭജിച്ച് എൻ്റെ മനസ്സിനെ അങ്ങയിലേക്ക് സമർപ്പിച്ച് എൻ്റെ ഭയത്തെ എല്ലാം ഞാൻ വെടിയും. അപ്പം മായയെ ജയിക്കാനുള്ള വഴിയാണ് ഇവിടെ ഭക്തി എന്ന് പറയുന്നത്. ഭഗവാൻ തന്നെ ഗീതയിൽ പറയുന്നുണ്ടല്ലോ, എൻ്റെ മായ ഭയങ്കരിയാണ്,
അവളെ നിങ്ങൾ ശ്രമിച്ചാൽ, ഒറ്റയ്ക്ക് ശ്രമിച്ചാൽ ചിലപ്പോൾ ജയിക്കാൻ സാധിക്കില്ല. ദൈവീ ഹേഷാ ഗുണമയീ മമ മായാ ദുരത്യയാ. ഏഷാ ഗുണമയീ മമ മായ, ദൈവീ മായ. ദുരത്യയാ, ദുരത്യയ എന്ന് പറഞ്ഞാൽ അതിനെ അപ്പുറത്തേക്ക് കടക്കാൻ പ്രയാസമേറിയതാണ്, മായയെ ജയിക്കാൻ പ്രയാസമേറിയതാണ്. അപ്പൊ എന്താ വഴി? മാമേ വയേ പ്രപദ്യന്തേ, ഭഗവാനെ തന്നെ ശരണം പ്രാപിച്ച് മായയെ തരണം ചെയ്യുക. മാമേ വയേ പ്രപദ്യന്തേ മായാം ഏതാം തരന്തിതേ. മാമേവ, എന്നെ തന്നെ, യേ പ്രപദ്യന്തേ, ആരാ ശരണം പ്രാപിക്കുന്നത്, ഏതാം മായാം, ഈ മായയെ, തേ തരന്തി, അവർ തരണം ചെയ്യുന്നു. അപ്പൊ ഭഗവാനെ ശരണം പ്രാപിച്ചാൽ മായയെ ജയിക്കാം എന്നർത്ഥം. ഇതാണ് ഇവിടെ പറഞ്ഞു വന്നത്. ഭീതിർനാമദ്വിതീയാദ്ഭവതി നനു മനഃകൽപിതം ച ദ്വിതീയം തേനൈക്യാഭ്യാസശീലോ ഹൃദയമിഹ യഥാശക്തി ബുദ്ധ്യാ നിരുന്ധ്യാം. മായാവിദ്വേതു തസ്മിൻ പുനരപി ന തദാബാധി മായാദിനാദം തം ത്വാം ഭക്ത്യാ മഹത്യാ സതതമനുഭജൻ ഈശ ഭീതിം വിജഹ്യാം. ഇനി അപ്പൊ മായയെ ജയിക്കാൻ എന്ത് വേണം? ഭക്തി വേണം. ഭയം മാറാൻ എന്ത് വേണം? ഭക്തി വേണം. അപ്പൊ ഭക്തി ഉണ്ടാവാനുള്ള വഴി എന്താണ്? ഇതാ പറയാ, കേട്ടോളൂ. ഭക്തേരുൽപത്തി വൃദ്ധി തവ ചരണജുഷാം സംഗമേനൈവ പുംസാം ആസാദ്യേ പുണ്യഭാജാം ശ്രിയൈവ ജഗതി ശ്രീമതാം സംഗമേന തൽസംഗോ ദേവ ഭൂയാദ് മമ ഖലു സതതം തന്മുഖാദുന്മിഷദ്ഭിഃ ത്വന്മഹാത്മ്യപ്രകാരൈർ ഭവതി ച സുദൃഢാ ഭക്തിരുദ്ധൂതപാപാ. ഭക്തേരുൽപത്തി വൃദ്ധി തവ ചരണജുഷാം സംഗമേനൈവ പുംസാം ആസാദ്യേ പുണ്യഭാജാം ശ്രിയൈവ ജഗതി ശ്രീമതാം സംഗമേന തൽസംഗോ ദേവ ഭൂയാദ് മമ ഖലു സതതം തന്മുഖാദുന്മിഷദ്ഭിഃ ത്വന്മഹാത്മ്യപ്രകാരൈഃ ഭവതി ച സുദൃഢാ ഭക്തിരുദ്ധൂതപാപാ. ഇപ്പൊ ഭക്തി ഉണ്ടാകാനുള്ള വഴി പറയുകയാണ്. പക്ഷെ ഇത് ഏകാദശ സ്കന്ധത്തിൽ ഇവിടെ കവി പറയുന്നതല്ല. പിന്നെയോ കപിലോപദേശത്തിൽ ഭഗവാൻ അമ്മയ്ക്ക് കൊടുക്കുന്ന ഉപദേശമാണ്. അതിവിടേക്ക് കൊണ്ടുവന്നു. ഭക്തേഹേ ഉൽപ്പത്തി വൃദ്ധി, രണ്ട് കാര്യങ്ങളെ ചേർത്ത് ദ്വിവചനമാക്കി പറഞ്ഞു. ഉൽപ്പത്തിശ്ച വൃദ്ധിശ്ച, രണ്ടും കൂടി ചേർത്തപ്പോ ഉൽപ്പത്തി വൃദ്ധി ദീർഘമായി. ഇപ്പൊ ഭക്തിയുടെ ഉൽപ്പത്തിയും വൃദ്ധിയും, ഭക്തി ഉണ്ടാവണമെങ്കിലും വർദ്ധിക്കണമെങ്കിലും എന്താണ് വഴി? തവ ചരണജുഷാം സംഗമേന ഏവ. തവ ചരണജുഷാം, അങ്ങയുടെ ചരണങ്ങളെ സേവിക്കുന്നവരുടെ സംഗമേന ഏവ, അവരുമായിട്ടുള്ള സംഗമം കൊണ്ട് മാത്രമേ പുണ്യഭാജാം പുംസാം ആസാദ്യേ, പുണ്യഭാജാം പുണ്യത്തെ ഭജിച്ചിരിക്കുന്നവർക്ക്, പുണ്യം ചെയ്ത ജനങ്ങൾക്ക്, പുംസാം ആസാദ്യേ സാധിക്കുകയുള്ളൂ, സമ്പാദിക്കാൻ കഴിയുകയുള്ളൂ. അപ്പൊ ഭക്തി ഉൽപ്പന്നമാകാനും ഭക്തി വളരാനും എന്താ വഴി? ഭഗവത് ഭക്തന്മാരെ സേവിക്കൽ. ഏതുപോലെ എന്നുള്ള ഉദാഹരണം പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് കാര്യം പിടികിട്ടും. അതാണ് ഇവിടെ ശ്രിയ ഇവ ജഗതി ശ്രീമതാം സംഗമേന.
ഇവിടെ ജഗതി എന്ന് പറഞ്ഞാൽ ഈ ജഗത്തിൽ, ലോകത്തിൽ എന്നർത്ഥം. ഈ ലോകത്തില് എങ്ങനെയാണ് നമ്മൾക്ക് ശ്രിയഹ ഉൽപ്പത്തി വൃദ്ധി, ശ്രിയഹ എന്ന് പറഞ്ഞാൽ ലക്ഷ്മിയുടെ, ഐശ്വര്യത്തിന്റെ, സമ്പത്തിന്റെ ഉൽപ്പത്തി വൃദ്ധി, ഇത് രണ്ടും എവിടുന്നാ ഉണ്ടാവുക? ശ്രീമതാം സംഗമേന, സ്ത്രീയുള്ളവരുമായിട്ടുള്ള സംഗമം കൊണ്ട് മാത്രമേ നമുക്ക് വല്ല ധനം ഉണ്ടാവുകയും അത് വർദ്ധിക്കുകയും ചെയ്യുള്ളൂ. അപ്പൊ ധനമുണ്ടാകണോ, നമുക്ക് ധനികന്മാരെ സേവിക്കണം. ധനം വർദ്ധിക്കണോ, വീണ്ടും ധനികന്മാരെ തന്നെ സേവിക്കണം. ധനം ഉണ്ടാവാൻ വല്ല ദരിദ്രന്മാരെ സേവിച്ചാൽ തന്നെ ധനം ഉണ്ടാവുമോ? ശരി, ഉണ്ടായി പോട്ടെ, ഇനി വർദ്ധിക്കാൻ ദരിദ്രന്മാരെ സേവിച്ചാൽ മതിയോ? അപ്പോഴും പോരാ. അപ്പൊ ധനം ഉണ്ടാവണമെങ്കിലും അത് തുടർന്ന് വർദ്ധിക്കണമെങ്കിലും നിലനിൽക്കണമെങ്കിലും ഒക്കെ നമ്മൾ ആരെ സേവിക്കണം? ധനമുള്ളവരെ സേവിക്കണം. ധനമുള്ളവരെ സേവിച്ചാൽ മാത്രമേ ധനം വരുള്ളൂ. ഇല്ലാത്തവരെ പോയിട്ട് സേവിച്ചിട്ട് ഒരു കാര്യവും ഇല്ല. അപ്പൊ നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് ആദ്യം ഡിസൈഡ് ചെയ്യുക, എന്നിട്ട് അത് എവിടെ നിന്ന് കിട്ടുന്ന മനസ്സിലാക്കുക, എന്നിട്ട് പോയിട്ട് ആശ്രയിക്കുക. ഇല്ലാത്ത വസ്തു ഇല്ലാത്തവരടുത്ത് പോയിട്ട്, അല്ല, ഒരു വസ്തു നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇല്ലാത്ത ആളുകളെ ആശ്രയിക്കുന്നത് വെറുതെ സമയനഷ്ടം, നിങ്ങളുടെ ഊർജനഷ്ടം, നിങ്ങളുടെ വില പോയി കിട്ടും, അല്ലേ? ഒരാളെ നമ്മൾ ആശ്രയിക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള കാര്യം അയാളുടെ കയ്യിൽ ഉണ്ടാവണം. അല്ലാതെ വെറുതെ പോയി വില കളയാൻ പോകേണ്ട ആവശ്യമില്ല. അപ്പൊ ധനം വേണോ, ധനികന്മാരെ സേവിക്കണം. അതുപോലെ ഭക്തി വേണോ, ആരെ സേവിക്കണം? ഭക്തി ഉണ്ടാവാൻ ഒരേ ഒരു വഴി, ശ്രേഷ്ഠന്മാരായ ഭാഗവതോത്തമന്മാരെ, ഭക്തോത്തമന്മാരെ സേവിക്കുക. അതാണ് ഇവിടെ പറയുന്നത്. ഭക്തേഹ ഉൽപ്പത്തി വൃദ്ധി, ഭക്തിയുടെ ഉൽപ്പത്തിയും വൃദ്ധിയും രണ്ട് കാര്യങ്ങളും തവ ചരണജുഷാം സംഗമേന ഏവ, അങ്ങയുടെ പാദസേവികളായിരിക്കുന്ന ആളുകളുമായിട്ടുള്ള സംഗമം, സത്സംഗം, സജ്ജനങ്ങളുമായി, ഭക്തജനങ്ങളുമായിട്ടുള്ള സംഘം കൊണ്ടേ ഭക്തി വർദ്ധിക്കുകയുള്ളൂ. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാമൊരു സൗരഭ്യം. അപ്പോ അവരോട് ചേരണമെങ്കിലോ അതിനും പുണ്യം വേണം. നല്ല മഹാത്മാക്കളെ നമുക്ക് കണ്ടുകിട്ടണമെങ്കിൽ പുണ്യം വേണം. അതാണ് പുണ്യഭാജാം പുംസാം ആസാദ്യേ. ദുർലഭമാണ് സജ്ജനങ്ങളെ കണ്ടുകിട്ടുക എന്നുള്ളത്. ദുർലഭം ത്രയമേവൈതത് ദേവാനുഗ്രഹഹേതുകം മനുഷ്യത്വം മുമുക്ഷുത്വം മഹാപുരുഷ സംശ്രയ. ശങ്കരാചാര്യ പറഞ്ഞു തരും, ഈ മൂന്ന് കാര്യങ്ങള് ഈ ലോകത്തില് ദുർലഭമാണ്. ദുർലഭം ത്രയം ഏതത് ത്രയം ദുർലഭം. ഈ മൂന്ന് കാര്യങ്ങൾ വളരെ റയറായിട്ടാണ് കിട്ടുക. പുണ്യം വേണം. ഏതൊക്കെ? മനുഷ്യത്വം മുമുക്ഷുത്വം മഹാപുരുഷ സംശ്രയ. നമ്മൾക്ക് മനുഷ്യ ജന്മവും മനുഷ്യ ഗുണങ്ങളും ഉണ്ടാകുന്നത് പുണ്യം കൊണ്ടാണ്, ഈശ്വരാനുഗ്രഹം കൊണ്ടാണ്. ദേവാനുഗ്രഹ ഹേതുകം, ഈശ്വരാനുഗ്രഹം കൊണ്ടാണ് നമുക്ക് മനുഷ്യത്വം കിട്ടിയത്. എന്നിട്ട് മുമുക്ഷുത്വം, എനിക്ക് മോക്ഷം വേണം എന്നുള്ള ആഗ്രഹം ജനിക്കുന്നത് പുണ്യം കൊണ്ടാണ്, ഈശ്വരാനുഗ്രഹം കൊണ്ടാണ്. ഇത് രണ്ടും ഉണ്ടായാൽ മാത്രം പോരാ. എന്ത് വേണം? മഹാപുരുഷ സംശ്രയം. മഹാപുരുഷന്മാരെ ആശ്രയിക്കാൻ നമുക്ക് സാധിക്കണം. സജ്ജനങ്ങളെ കണ്ടുമുട്ടണം. അങ്ങനെ സജ്ജനങ്ങളെ കിട്ടുന്നത് ലോകത്തിൽ ഏറ്റവും വലിയ ഭാഗ്യമാണ്. അതാണ് ഇവിടെ പുണ്യഭാജാം പുംസാമാസാദ്യേ. പുണ്യം നല്ലതുപോലെ ചെയ്ത ആളുകൾക്ക് മാത്രമേ ഇങ്ങനെയുള്ള സത്സംഗം കിട്ടി ഭക്തി വർദ്ധിച്ചു വരികയുള്ളൂ. അതുകൊണ്ട് ഹേ ദേവാ ഭഗവാനെ മമ ഖലു സതതം തൽ സംഗഃ ഭൂയാത്. അതുകൊണ്ട് മമ എനിക്ക് സതതം എല്ലായ്പ്പോഴും തൽ സംഗഃ ഭൂയാത്. തൽ സംഗഃ എന്ന് പറഞ്ഞാലോ സദാം സംഗഃ, സജ്ജനാനാം സംഗഃ, ഭക്താനാം സംഗഃ, ഭക്തന്മാരുമായിട്ടുള്ള സംഘം ഭൂയാത്. ഭൂയാത് എന്ന് പറഞ്ഞാൽ ഭവിക്കട്ടെ. അപ്പൊ പ്രാർത്ഥനയാണ്. എനിക്ക് ഭക്തി ഉണ്ടാവാനും ഭക്തി വർദ്ധിച്ചു വരുവാനും എനിക്ക് എന്തു വേണം? ഭഗവത് ഭക്തന്മാരുമായിട്ടുള്ള സംഘം ഉണ്ടാവട്ടെ. അതിനായിട്ട് ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കണം.
തൽസംഗോ ദേവ ഭൂയാത് മമ ഖലു സതതം. അപ്പൊ എന്താ ഗുണം? അവരുമായിട്ട് സംഘമുണ്ടായാൽ തന്മുഖാത് ഉന്മിഷദ്ഭിഹി ത്വന്മാഹാത്മ്യ പ്രകാരൈഹി ഭവതി ച സുദൃഢാ ഭക്തിരുദ്ധൂത പാപാ. അപ്പൊ അവരുടെ തന്മുഖാത്, അവരുടെ സജ്ജനങ്ങളുടെ മുഖത്ത് നിന്ന്, അവരുടെ വായിൽ നിന്ന് ഉന്മിഷദ്ഭിഹി പുറപ്പെടുന്നതായിട്ടുള്ള ത്വന്മാഹാത്മ്യ പ്രകാരൈഹി, ഗുരുവായൂരപ്പ അങ്ങയുടെ മാഹാത്മ്യങ്ങളെ വിവിധ തരത്തിൽ വർണ്ണിക്കുമ്പോൾ, അവയുടെ പ്രകാരങ്ങൾ വർണ്ണിച്ചു കേൾക്കുമ്പോൾ, ഭഗവാന്റെ മാഹാത്മ്യം പറയുന്നത് കേൾക്കുമ്പോൾ, ഉദ്ദൂത പാപാഹ, പാപങ്ങൾ നീങ്ങിയവരായി, പാപങ്ങൾ കഴുകിക്കളയപ്പെട്ടവരായി തീരുന്നു ഇത് കേൾക്കുന്നവർ. ഭഗവാന്റെ കഥകൾ കേൾക്കുന്തോറും നമ്മുടെ ഉള്ളിലുള്ള പാപം ക്ഷയിക്കും. അങ്ങനെ ഉദ്ദൂത പാപാഹ സുദൃഢാഹ, സുദൃഢാ ഭക്തി, നല്ല ഉറച്ചതായിട്ടുള്ള ഭക്തി ഭവതി, പാപങ്ങളെയൊക്കെ നശിപ്പിക്കുന്നതും നശിപ്പിച്ചതും നല്ല ദൃഢവുമായിട്ടുള്ള ഭക്തി ഭവിക്കുന്നു. അപ്പൊ സജ്ജനങ്ങളുമായിട്ട് സംഘമുണ്ടായാൽ സജ്ജനങ്ങൾ ഭഗവാന്റെ കഥ പറയും. ആ കഥ കേൾക്കുന്തോറും അന്ധകരണ ശുദ്ധി ഉണ്ടാവും. അങ്ങനെ ഭക്തി കൂടുതൽ കൂടുതൽ ദൃഢമായി ഉറച്ചുറച്ചു വരും. അങ്ങനെ ദൃഢതരമായിട്ടുള്ള ഭക്തി ഉണ്ടാകും എന്ന് ഈ മേൽപ്പത്തൂർ തന്നെ ആദ്യത്തെ ദശകത്തിലോ മറ്റോ പറഞ്ഞിട്ടുണ്ട്. ത്വൽഭക്തിസ്തു കഥാരസാമൃത ജരീ നിർമ്മജ്ജനേന സ്വയം സിദ്ധ്യന്തി വിമല പ്രബോധ പദവീം എന്നൊക്കെ മുമ്പ് തന്നെ സ്തുതിച്ചതിനെ ഇവിടെ ഒന്നുകൂടെ പറയുന്നു. പക്ഷെ ഇവിടെ കപിലോപദേശത്തിൽ പറഞ്ഞ സമ്പ്രദായത്തിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. പേരൊന്നും പറഞ്ഞില്ല, കപിലം പറഞ്ഞതൊന്നും പറഞ്ഞില്ല, ഇടയിൽ കൂടെ തിരികെ വെച്ചു. ആശയം കപില ഭഗവാൻ അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തതാണ്. എന്നിട്ട് കപില ഭഗവാൻ അവിടെ സജ്ജനങ്ങളുടെ ലക്ഷണങ്ങളും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആരാണ് സജ്ജനങ്ങൾ, എന്താണ് അവരുടെ ലക്ഷണങ്ങൾ, അവരെ സേവിക്കണം അമ്മേ, അപ്പോഴാണ് അമ്മയ്ക്ക് ഭക്തി ഉണ്ടാവുക. ആ ആശയം ഇവിടെ മേൽപ്പത്തൂര് പറഞ്ഞു. അപ്പോ ഭക്തിയുടെ ഉൽപ്പത്തിയും വൃദ്ധിയും ഭഗവത് ഭക്തന്മാരെ സേവിക്കുന്നത് കൊണ്ടാണ് ഉണ്ടാവുക. ഏതുപോലെ ധനികന്മാരെ സേവിച്ചാൽ മാത്രമേ നമുക്ക് ധനം ഉൽപ്പത്തിയും വൃദ്ധിയും ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഭഗവാനെ എനിക്ക് സജ്ജനങ്ങളുമായിട്ടുള്ള സംഘം ഉണ്ടാവണേ. അങ്ങനെ അവരുടെ മുഖത്തു നിന്നുണ്ടാവുന്ന ഭഗവാന്റെ കഥകൾ നിരന്തരം കേട്ട് എനിക്ക് എൻ്റെ ഉള്ളിലുള്ള പാപങ്ങളെല്ലാം നശിച്ച് എനിക്ക് ഭഗവാനോടുള്ള ഭക്തി സുദൃഢമായി ഭവിക്കണം. അതാണ് എനിക്ക് ഇപ്പൊ ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നത്. ഭക്തേരുൽപത്തി വൃദ്ധി തവ ചരണജുഷാം സംഗമേനൈവ പുംസാം ആസാദ്യേ പുണ്യഭാജാം ശ്രിയൈവ ജഗതി ശ്രീമതാം സംഗമേന തൽസംഗോ ദേവ ഭൂയാത് മമ ഖലു സതതം തന്മുഖാതുന്മിഷദ്ഭിഃ ത്വന്മാഹാത്മ്യ പ്രകാരൈഃ ഭവതി ച സുദൃഢാ ഭക്തിരുദ്ധൂത പാപാം സമർപ്പയാ. ഓം ശാന്തി ശാന്തി ശാന്തി. ഇപ്പോൾ ഹരി ഓം. എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര. നാളെ വീണ്ടും കാണാം. ബുധനാഴ്ചയാണ്. നോക്കാം. ഹരി ഓം ഹരി ഓം ഹരി ഓം. നാരായണ.